കേസ് എന്ന് പറയുന്നത് ലൈൻ ഇൻക്ലൈൻഡ് ടു എന്താണ് HP and VP. ശ്രദ്ധിച്ചു കേൾക്കുക. തേർഡ് കേസിനകത്തിൽ നമ്മൾ പറയുന്നത് എന്താണ് ലൈൻ തേർഡ് കേസിനകത്ത് നമ്മൾ എന്തായിരുന്നു പറഞ്ഞത് തേർഡ് കേസിനകത്തിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലൈൻ ഇൻക്ലൈൻഡ് ടു HP and parallel to VP അല്ലെ. തേർഡ് കേസിനകത്തിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലൈൻ ഇൻക്ലൈൻഡ് ടു HP and parallel to VP. അതിനകത്തെ സെക്കൻഡ് കേസ് D എന്ന് പറയുന്ന കേസ് എന്തായിരുന്നു ലൈൻ inclined to VP and parallel to HP ആണ്. parallel to HP അല്ലേ. ഇതിനകത്ത് ഈ പാരലൽ കേസസ് നമ്മൾ മാറ്റി എന്താണ് ഇതേ ലൈനിലേക്ക് കമ്പയർ ചെയ്യുന്നതാണ് നമ്മുടെ ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഈ കേസ് ലൈൻ inclined to VP and HP അല്ലെങ്കിൽ ലൈൻ inclined to HP and VP എന്ന് പറയുന്ന ഫോർത്ത് കേസ് എന്ന് പറയുന്ന പാരലൽ ലൈൻസിനെ നമ്മൾ മാറ്റി അവിടെ എന്താക്കുന്നു ഈ പറയുന്ന ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ട് നമ്മൾ ലൈൻസ് വരയ്ക്കുന്നു. ഇപ്പം നേരത്തെ കേസിൽ എന്തായിരുന്നു പറഞ്ഞത് ഞാൻ ഇതൊരു പേന ഫസ്റ്റ് തേർഡ് കേസിലെ ഫസ്റ്റ് കേസ് എന്താണ് ലൈൻ ഇൻക്ലൈൻഡ് ടു HPക്ക് ഇൻക്ലൈൻഡും എന്താണ് VPക്ക് പാരലലും ആയിരിക്കണം. VPക്ക് പാരലലും ആയിരിക്കണം എന്താണ് HPക്ക് ഇൻക്ലൈൻഡ്. ഇത് HP ആണെങ്കിൽ HPക്ക് ഇൻക്ലൈൻഡ് ആണ് VPക്ക് പാരലലും ആണല്ലോ അല്ലേ. അതാണ് തേർഡ് കേസിന്റെ ഫസ്റ്റ്. തേർഡ് കേസിന്റെ സെക്കൻഡ് എന്തായിരുന്നു പറഞ്ഞത് ലൈൻ ഇൻക്ലൈൻഡ് ടു VPക്ക് ഇൻക്ലൈൻഡ് ആയിരിക്കണം. ഇത് VP ആണെങ്കിൽ ഈ VPക്ക് എന്താണ് ഈ രീതിയിൽ ഇൻക്ലൈൻഡ് ആയിരിക്കണം. VPക്ക് ഇൻക്ലൈൻഡും ആയിരിക്കണം അതുപോലെ തന്നെ HPക്ക് എന്താണ് പാരലലുമാണ്. HPക്ക് പാരലലും VPക്ക് ഇൻക്ലൈൻഡും. അപ്പൊ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുന്നതാണ് ഫോർത്ത് എന്ന് പറഞ്ഞു. VPക്ക് ഇൻക്ലൈൻഡ് ആയിരിക്കണം HPക്ക് ഇൻക്ലൈൻഡ് ആണ്. ഏകദേശം ഈ ഒരു രീതിയിൽ വരും എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിയാൽ എന്താണ് ഇത് HPക്ക് ഇൻക്ലൈൻഡ് ആണ്. HPക്ക് ഇൻക്ലൈൻഡ് ആണ്. ഇവിടെ നോക്കിയാലോ ഈ ഒരു ഇതിൽ ആംഗിൾ നോക്കിയാലും എന്താണ് ഇത് VPക്ക് ഇൻക്ലൈൻഡ് ആണ്. ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് വരും HPക്കും VPക്കും ഇൻക്ലൈൻഡ് ആയിട്ട് വരും. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് പാരലൽ ലൈൻസ് രണ്ട് സൈഡിലും കിട്ടത്തില്ല. രണ്ട് പ്ലെയിനിലും VPയിലും HPയിലും പാരലൽ ലൈൻസ് കിട്ടത്തില്ല. പകരം നമുക്ക് എന്താ കിട്ടുന്നത് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈൻസ് ആണ് എവിടെ കിട്ടുന്നത് VPയിലും HPയിലും കിട്ടുന്നത്. VPയിലും HPയിലും നമുക്ക് കിട്ടുന്നത് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈൻസ് ആണ് കിട്ടുന്നത്. അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ വരച്ച ലെങ്തിനേക്കാളും കുറവായിരിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ നമ്മുടെ ട്രൂ ലെങ്ത് ഉണ്ടല്ലോ ഈ AB എന്ന് പറയുന്നത് 40 ആണെങ്കിൽ അതാണ് നമ്മുടെ ട്രൂ ലെങ്ത്. ആ ട്രൂ ലെങ്തിനേക്കാളും കുറവായിരിക്കും എന്തെന്ന് പറയുന്നത് ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ. വീഡിയോ കാണിക്കട്ടെ അപ്പൊ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. കാണിക്കാവോ? ഓക്കെ മനസ്സിലായില്ലെങ്കിൽ അപ്പം പറയാം, ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. വീഡിയോ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ അപ്പം ഇതിനകത്തില് രണ്ട് പ്ലെയിൻസ് തന്നിട്ടുണ്ട് അല്ലെ. HP എന്ന് പറയുന്ന പ്ലെയിനും ഉണ്ട് VP എന്ന് പറയുന്ന പ്ലെയിനും ഉണ്ട്. ഇതിനകത്തിൽ പറഞ്ഞിരിക്കുന്ന കേസ് എന്ന് പറയുന്നത് ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് HP ആൻഡ് VP എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തില് ഫസ്റ്റ് കേസ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആംഗിൾ രണ്ടിനും ഉണ്ടായിരിക്കും. HP-യിലേക്ക് മേക്ക് ചെയ്യുന്നത് നമ്മൾ നേരത്തെ എടുത്തേക്കുന്ന പോലെ തന്നെ തീറ്റ ആംഗിൾ എടുക്കുന്നു. തീറ്റ ആംഗിളില് പിന്നെ അതുപോലെ തന്നെ ഫൈ ആംഗിൾ നമ്മൾ എടുക്കുന്നുണ്ട്. രണ്ട് ആംഗിൾസ് വരുന്നുണ്ട്. VPക്ക് ഒരു ആംഗിള് HPക്ക് ഒരു ആംഗിൾ. അതാണ് നമ്മൾ തീറ്റ റെപ്രസെന്റ് ചെയ്യുന്നത്. ആ തീറ്റയും ഫൈയും നമ്മൾ ഇനി ഒരു ആംഗിൾസ് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഒരു പർട്ടിക്കുലർ ആംഗിളിലായിരിക്കും AB എന്ന് പറയുന്ന ഈ ഒരു ലൈൻ AB എന്ന് പറയുന്ന ലൈന് ഒരു പർട്ടിക്കുലർ ആംഗിളിലായിരിക്കും. HPക്ക് എന്താണ് തീറ്റ ആംഗിളിലായിരിക്കും ഇരിക്കുന്നത്. HPക്ക് തീറ്റ ആംഗിളിലും അതുപോലെ തന്നെ അതിന്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ തേർഡ് കേസ് ചെയ്താണ് ഇവിടെ കാണിക്കുന്നത്. തേർഡ് കേസിൽ എന്താണ് AB എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് A', B' എന്ന് പറയുന്ന ഫ്രണ്ട് വ്യൂ ആണ് കിട്ടുന്നത് ആണല്ലോ. നമ്മൾ തേർഡ് കേസ് ഒന്നുകൂടെ ഇത് ചെയ്യുവാണ്, റീക്യാപ്പ് ചെയ്യുവാണ്.
അതിൽ നിന്നാണ് നമുക്ക് ഫോർത്ത് കേസിലേക്ക് വരാൻ പറ്റുന്നത്. അപ്പം തേർഡ് കേസിനകത്തിൽ നമ്മൾ പറഞ്ഞേക്കുന്ന എ ബി അതിന്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്നത് നമുക്ക് എവിടെ കിട്ടി? ഈ പറയുന്ന വി പിയിൽ കിട്ടി. അതിന്റെ ടോപ്പ് വ്യൂ ആയ എ ബി നമുക്ക് എവിടെ കിട്ടി? എച്ച് പിയിൽ താഴെയും കിട്ടി. ഇത് ഫസ്റ്റ് കേസ് ആണ്. തേർഡിന്റെ ഫസ്റ്റ് കേസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ എന്താ? ലൈൻ ഇൻക്ലൈൻ ടു എച്ച് പി ആണല്ലോ. ലൈൻ ഇൻക്ലൈൻ ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി ആണ്. അപ്പം നമ്മൾ ഈ എടുക്കുന്നത് ഇനി ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം കുറച്ച് ലോക്കസ് എന്ന് പറഞ്ഞുകൊണ്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ആണ് ലോക്കസ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പൊ നമ്മള് ഫോർത്ത് കേസ് എടുക്കുമ്പോൾ ഈ പറയുന്ന ലോക്കസ് നമുക്ക് അറിഞ്ഞിരിക്കണം. എന്ന് പറയുമ്പോൾ നമുക്ക് ബി ഡാഷ് എവിടാണോ കിട്ടുന്നത്, ബി ഡാഷ് എന്ന് പറഞ്ഞുകൊണ്ട് B1 ഡാഷ് ഉണ്ട്, ബി ഡാഷ് ഉണ്ട്. അത് കിട്ടുന്ന ലൈൻസ് എന്ന് പറയുന്നത് ലോക്കസ് ഓഫ് ബി ആയിരിക്കും. ലോക്കസ് ഓഫ് ബി അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോക്കസ് ഓഫ് ബി ഡാഷ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ലോക്കസ് ഓഫ് ബി ഇൻ ഫ്രണ്ട് വ്യൂ എന്ന് എഴുതാം. ലോക്കസ് ഓഫ് ബി ഇൻ ഫ്രണ്ട് വ്യൂ, ലോക്കസ് ഓഫ് ബി ഇൻ ബി ഡാഷ് എന്ന് എഴുതാം. അപ്പൊ ഫ്രണ്ട് വ്യൂ എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ലോക്കസ് ഓഫ് സ്മോൾ ലെറ്റർ ബി ഡാഷ് എന്ന് എഴുതിയാൽ മതി. അപ്പം ഫ്രണ്ട് വ്യൂ എന്ന് എഴുതേണ്ട ആവശ്യമില്ല. കാരണം ബി ഡാഷ് നമ്മൾ കൊടുക്കുന്ന ഇവിടെ ഡാഷ് റെപ്രസെന്റ് ചെയ്യുന്ന ഫ്രണ്ട് വ്യൂവിനാണ് ആണല്ലോ. അതുപോലെ തന്നെ എക്ക് പാരലായിട്ട് നമ്മൾ ലൈൻസ് വരയ്ക്കുകയാണെങ്കിൽ അതിന് ലോക്കസ് ഓഫ് എ അല്ലെങ്കിൽ ലോക്കസ് ഓഫ് എ ഡാഷ് എന്ന് നമുക്ക് മേളിൽ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഫ്രണ്ട് വ്യൂ എന്ന് എഴുതേണ്ട ആവശ്യമില്ല. താഴെയും അതുപോലെ ലോക്കസ് ഓഫ് എ ആൻഡ് ബി എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ടാണ് ഇവിടെ ലോക്കസ് ഓഫ് എ ഇൻ ടോപ്പ് വ്യൂ. അല്ലെങ്കിൽ നമുക്ക് എഴുതാം ലോക്കസ് ഓഫ് എ സ്മോൾ ലെറ്റർ എ എന്ന് മാത്രം എഴുതിയാൽ മതി. സ്മോൾ ലെറ്റർ എ റെപ്രസെന്റ് ചെയ്യുന്ന ഇതിനെയാണ്, ടോപ്പ് വ്യൂവിനെയാണ് ആണല്ലോ. ഇനി അത് നിങ്ങൾ മനസ്സിൽ വെക്കുക. ലോക്കസ് ഓഫ് എയും ലോക്കസ് ഓഫ് ബിയും ലോക്കസ് ഓഫ് ബി ഡാഷും ലോക്കസ് ഓഫ് എ ഡാഷും. ഇതിനുശേഷം നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ്? ഇപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ അറിയാം. ഇതിനുശേഷം നമ്മൾ ആ തേർഡ് കേസിന്റെ ഫസ്റ്റ് കേസ് നമ്മൾ ഇവിടെ XY ലൈനിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യണം. എ ഡാഷ് നമ്മൾ മാർക്ക് ചെയ്തു, എ ഡാഷ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്തു. അതിനുശേഷം എ എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, അതിനുശേഷം നമ്മൾ എന്താ ചെയ്ത് എ ബി എന്ന് പറയുമ്പോൾ എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്നത് തീറ്റ ആംഗിളിൽ നമ്മൾ വരയ്ക്കുകയായിരുന്നു ചെയ്ത്. വീഡിയോ ശ്രദ്ധിച്ച് കാണുക. തീറ്റ ആംഗിളിൽ നമ്മൾ വരച്ചു. അത് അതിന്റെ ഡിസ്റ്റൻസ് എത്ര ആണോ, ഇപ്പൊ 40 ആണെങ്കിൽ അത് വെച്ച് നമ്മൾ എന്ത് ചെയ്തു? ബി ഡാഷ് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനുശേഷം ആ ലോക്കസ് നേരത്തെ വരച്ചേക്കുന്ന ലോക്കസ് ഓഫ് ബി ഡാഷ്, ലോക്കസ് ഓഫ് എ ഡാഷ് അല്ലെങ്കിൽ ലോക്കസ് ഓഫ് ബി ഇൻ ഫ്രണ്ട് വ്യൂ, ലോക്കസ് ഓഫ് എ ഇൻ ഫ്രണ്ട് വ്യൂ, അതുപോലെ ലോക്കസ് ഓഫ് എ ഇൻ ടോപ്പ് വ്യൂ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ബി ഡാഷ് താഴേക്ക് റെപ്രസെന്റ് ചെയ്തു. എക്ക് പാരലൽ ആയിട്ട്, സ്മോൾ ലെറ്റർ എക്ക് പാരലൽ ആയിട്ട് നമ്മൾ എത്രയാണ് ഈ ഡിസ്റ്റൻസ് എത്ര ആണോ അത് വെച്ച് നമ്മൾ ലൈൻ മാർക്ക് ചെയ്തു അല്ലെ. ഇപ്പൊ നമുക്ക് എന്തായിരുന്നു നേരത്തെ കിട്ടിയത്? ഈ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് 40 ആണെങ്കിൽ അതിനെക്കാട്ടി കുറവായിരിക്കും. എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്നത് നമ്മുടെ ട്രൂ ലെങ്ത് ആണ്. അപ്പൊ അത് 40 തന്നെയാണ് വരുന്നത്. അപ്പം എ ബി എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എ ബി എന്ന് പറയുന്നത് എന്താണ്? സ്മോൾ ലെറ്റർ എ ബി എന്ന് പറയുന്നത് എന്താണ്? എ ഡാഷ് ബി ഡാഷിനേക്കാളും കുറവായിരിക്കും ആണല്ലോ. അങ്ങനെയാണ് നമുക്ക് തേർഡ് കേസിന്റെ ഫസ്റ്റ് കിട്ടിയത്. മനസ്സിലായോ? കേസിന്റെ ഫസ്റ്റ് ആണ് പറയുന്നത്. ഇനി തേർഡ് കേസിന്റെ സെക്കൻഡ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അവിടെ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? എ ബി എന്ന് പറയുന്നത് എന്താണ്? പാരലൽ ടു എച്ച് പിയും ഇൻക്ലൈൻ ടു വി പി എന്ന് പറയുമ്പോൾ ഇൻക്ലൈൻ ടു വി പിയും അതുപോലെ തന്നെ പാരലൽ ടു എച്ച് പിയും ആണ്. അപ്പൊ നമുക്ക് അതിന്റെ എന്താണ്? ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്ന ഒരു പാരലൽ ലൈൻസ് കിട്ടും. ടോപ്പ് വ്യൂ എന്ന് പറയുന്ന ഇൻക്ലൈൻഡ്, എച്ച് പിയിൽ കിട്ടുന്ന ടോപ്പ് വ്യൂ എന്ന് പറയുന്ന ഇൻക്ലൈൻഡ് ആയിരിക്കും. നമ്മൾ എ ബി എന്ന് പറഞ്ഞുകൊണ്ട് മാർക്ക് ചെയ്തു. അതിനുശേഷം എ ഡാഷ് ബി ഡാഷ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ഇപ്പൊ ഇവിടെ B1 കൊടുത്തിട്ടുണ്ട്. B1 കൊടുത്തത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി അത് XY ലൈനിലേക്ക് ഒന്നിച്ച് മാർക്ക് ചെയ്യാൻ പോകും. അതിനുവേണ്ടിയാണ് നമ്മൾ B1 കൊടുത്തേക്കുന്നത്. അപ്പൊ B1 ബി ഡാഷ്. അതിനുശേഷം എന്താണ്? നമുക്ക് ഇവിടെ വരുമ്പോൾ എന്താണ്? ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം B1ന്റെ കേസിൽ നമുക്ക് ലോക്കസ് ഒരെണ്ണം കൂടെ വന്നു. കാരണം B1 എന്ന് പറയുന്നത് എന്താണ്? നേരത്തെ കേസിൽ ഇപ്പം നിങ്ങൾ ലെഫ്റ്റ് സൈഡിലെ ആ വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇൻക്ലൈൻ ടു എച്ച് പി ആയിരുന്ന കേസിൽ രണ്ടിന്റെയും പാരലൽ ലൈൻസ് എന്താണ്? സെയിം ആയിട്ടാണ് ടോപ്പ് വ്യൂ വന്നേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ലോക്കസ് ഒരെണ്ണം മതിയായിരുന്നു. ലോക്കസ് ചെയ്യുന്ന മാത്രം നമ്മൾ റെപ്രസെന്റ് ചെയ്തു. പക്ഷെ രണ്ടാമത്തെ കേസ് വന്നപ്പോൾ ഇൻക്ലൈൻ ടു വി പി വരുമ്പോൾ എന്താണ്? B1 എന്ന് പറയുന്ന എക്സ്ട്രാ ഒരു ലോക്കസ് നമുക്ക് എച്ച് പിയിൽ വരുന്നുണ്ട്. അപ്പൊ ആ ലോക്കസ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത് ലോക്കസ് ഓഫ് ബി ഇൻ ടോപ്പ് വ്യൂ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ലോക്കസ് ഓഫ് ബി, സ്മോൾ ലെറ്റർ ബി.
അതിനുശേഷം നമ്മൾ ഈ ലൈൻസ് XY ലൈനിൽ വരയ്ക്കാൻ പോവാണ്. XY ലൈനിൽ നമ്മൾ ഈ ലൈൻസ് വരയ്ക്കാൻ പോവാണ്. ഇപ്പം XY ലൈൻ എടുത്തു. XY ലൈനിന്റെ ഈ ഒരു സൈഡിലായിട്ട് ഇപ്പം ആരോ പോയിന്റ് ചെയ്ത പോലെ ആ സൈഡിലാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഇപ്പം ആദ്യം നമ്മൾ A' Aയും മാർക്ക് ചെയ്തു. നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെയാണ്, അതുകൊണ്ടാണ് അത് പെട്ടെന്ന് വരച്ചേക്കുന്നത്. അതിനുശേഷം 5 ആംഗിൾ നമ്മൾ എടുക്കുന്നു. 5 ആംഗിൾ നമ്മൾ എടുക്കുന്നത് എവിടെയാണ്? എയില് 5 ആംഗിൾ എടുത്തിട്ട് നമ്മുടെ ലൈനിന്റെ ലെങ്ത് 40 ആണെങ്കിൽ 40 വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? B വരെയുള്ള ലൈൻ വരയ്ക്കുന്നു. B വരെയുള്ള ലൈൻ നമ്മൾ വരയ്ക്കുന്നു. അതിനുശേഷം എന്താ നമ്മൾ ചെയ്യുന്നത്? അവിടുന്ന് നമ്മൾ പ്രൊജക്ഷൻസ് എടുത്തിട്ട് എയിലേക്ക് പ്രൊജക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ പാരലൽ ലൈൻസ് വരയ്ക്കുകയായിരുന്നു ചെയ്തത് അല്ലെ? ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ ഇതുപോലെയായിരുന്നു നമ്മൾ എന്ത് ചെയ്ത് നേരത്തെ വരച്ചിരുന്നത്. കാണാൻ പറ്റുന്നുണ്ടല്ലോ? കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഇനി ശ്രദ്ധിക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ രണ്ടിനെയും കൂടെ ക്ലബ് ചെയ്യാണ്. ഈ പാരലൽ ലൈൻസിനെ നമ്മൾ ക്ലബ് ചെയ്തിട്ട് എന്താക്കുകയാണ്? നമുക്ക് വേണ്ട ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് HP ആൻഡ് VP നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പൊ ശ്രദ്ധിക്കുക. നമുക്ക് കിട്ടിയിരിക്കുന്ന പാരലൽ ലൈൻസ് AB എന്ന് പറയുന്ന പാരലൽ ലൈൻസ് ടോപ്പ് വ്യൂവും അതുപോലെ തന്നെ VP ഇൻക്ലൈൻഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ടോപ്പ് വ്യൂ A' B1'. അത് നമുക്ക് എവിടേക്ക് കൊണ്ടുവരണം? ഈ പറയുന്ന ഈ മേളത്തെ ഈ ലോക്കസിലേക്ക് നമ്മൾ മാർക്ക് ചെയ്യാൻ പോവാണ്. ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാല് ഒരു A' B' എന്ന് പറയുന്ന AB എന്ന് പറയുന്ന ഈ പോയിന്റ്, ഈ പോയിന്റ് ഈ ABയുടെ ടോപ്പ് വ്യൂ ആണല്ലോ അല്ലെ? ടോപ്പ് വ്യൂ ആണ് വരുന്നത് AB എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഈ ഒരു ലൈൻ. അത് നമ്മൾ എവിടേക്ക് കൊണ്ടുവരും? ലോക്കസ് Bയിലേക്ക് നമ്മൾ മാർക്ക് ചെയ്യും. മനസ്സിലായോ? എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്ക് നമ്മൾ കട്ട് ചെയ്യും. ആർക്ക് നമ്മൾ വരയ്ക്കുന്നു. ഇപ്പൊ B2 എന്ന് പറയുന്ന ആർക്ക് നമ്മൾ വരച്ചു, B എന്ന് പറയുന്ന ആർക്കും നമ്മൾ വരയ്ക്കുന്നു. അതിനെ നമ്മൾ B2 എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിനുശേഷം എന്താണ്? അതിനുശേഷം എന്താണ്? നമ്മൾ ആ ലൈൻസ് ജോയിൻ ചെയ്യുന്നു. ആ ലൈൻസ് നമ്മൾ ജോയിൻ ചെയ്യുന്നു എന്ന് പറയുന്നത് തീറ്റ ആംഗിളിനെ നമ്മൾ ഫൈയിലേക്ക് മാറ്റുന്നു. തീറ്റ ആംഗിളിനെ നമ്മൾ ഫൈയിലേക്ക് മാറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടം വരെ മനസ്സിലായായിരുന്നല്ലോ? വീഡിയോ കാണുന്നിടം വരെ നമ്മൾ 2 ലൈൻസ് വരച്ചു, സെപ്പറേറ്റ് ആക്കി. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാരലൽ ലൈൻസ് എന്ന് പറയുന്നതാണ് നമ്മൾ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ കിട്ടിയേക്കുന്നത് ആണല്ലോ. ആ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ നമ്മൾ പ്രൊജക്ട് ചെയ്ത് 2 ലോക്കസിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. ലോക്കസിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഈ പറയുന്ന ഈ ലൈനിന്റെ പ്രൊജക്ഷൻ ആണ് B2 എന്ന് പറയുന്നത്. AB എന്ന് പറയുന്ന റെഡ് ലൈനിന്റെ പ്രൊജക്ഷൻ B2, AB എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ AB എന്ന് പറയുന്ന ടോപ്പ് വ്യൂവിന്റെ പ്രൊജക്ഷൻ ആണ് AB എന്ന് പറയുന്ന ഈ ലൈൻ, ബ്ലാക്ക് ലൈൻ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫൈയെ നമ്മൾ ഈ തീറ്റയെ നമ്മൾ ഫൈയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഫൈയിൽ നിന്ന് നമുക്ക് തീറ്റയിലേക്ക് വേണം. അതിന് നമ്മൾ ചെയ്യുന്നത് ഈ B2ൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ എവിടേക്ക് വരയ്ക്കുന്നു? സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ പ്രൊജക്ഷൻ ഓഫ് Bയിലേക്ക് വരയ്ക്കുന്നു, പ്രൊജക്ഷൻ ഓഫ് B' വരയ്ക്കുന്നു. അത് മീറ്റ് ചെയ്യുന്നിടത്തായിരിക്കും നമ്മുടെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്ന B2' എന്ന് പറയുന്നത് കിട്ടുന്നത്. നമുക്ക് ഇത്രയും വരയ്ക്കേണ്ട. XY ലൈനിൽ വരുമ്പോൾ ഉള്ള കാര്യം മാത്രം നോക്കിയാൽ ഇത് 3Dയിൽ എങ്ങനെയാ വരുന്നതെന്നുള്ളത്. അപ്പം ആംഗിൾ നമുക്ക് വ്യത്യാസം വരും. ആൽഫ എന്നും ബീറ്റ എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ XYയിലേക്ക് നോക്കാം. ഇപ്പൊ 3D ആണ് ഇത് കാണിച്ചേക്കുന്നത്. 2Dയിലേക്ക് വരുമ്പോൾ നമുക്ക് എങ്ങനെയാ വരുന്നത് നോക്കുക. നമ്മൾ B എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഈ പറയുന്ന BAB എന്ന് പറയുന്ന അവിടെ നിന്ന് നമ്മളൊരു ആർക്ക് വരച്ചു. അതുപോലെ തന്നെ ഇവിടെ നിന്നാണ് Bയിൽ നിന്ന് നമ്മളൊരു ആർക്ക് വരയ്ക്കുന്നു. ആർക്ക് വരച്ചിട്ട് നമുക്ക് ഈ പറയുന്ന ലോക്കസ് ഉണ്ടല്ലോ, ബിയുടെ ലോക്കസ്, ടോപ്പ് വ്യൂയിലുള്ള ബിയുടെ ലോക്കസിൽ നമ്മൾ അതിനെ മീറ്റ് ചെയ്യിക്കുന്നല്ലോ. അതിനുശേഷം നമ്മൾ A മാർക്ക് ചെയ്യുന്നു, എയിൽ നിന്ന് മാർക്ക് ചെയ്യുന്നു. അതാണ് നമ്മുടെ ബീറ്റ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ നേരെ വരച്ചിട്ട് B' ലോക്കസിൽ അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂവിന്റെ ലോക്കസിൽ നമുക്കൊരു പോയിന്റ് കിട്ടുന്നു. അത് ജോയിൻ ചെയ്യുന്നു. അതാണ് നമ്മുടെ ആൽഫ എന്ന് പറയുന്നത്. ഈ ഒരു ഫിഗർ ആണ് നമുക്ക് വരയ്ക്കേണ്ടത്.
ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി എന്ന് പറയുമ്പം നമുക്ക് ഈ ഇപ്പൊ ലാസ്റ്റിൽ വരച്ച് നിർത്തിയേക്കുന്നില്ലേ ആ പോയിന്റ് ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി സർ. സെയിം രീതിയിൽ തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്ന രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ. ഇപ്പം അവർ കാണിച്ചേക്കുന്നതെന്ന് പറയുന്നത് ദാ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഫിഗറിൽ നിന്നും സെയിം രീതിയിൽ തന്നെ വരച്ചു. ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കുക. സെയിം രീതിയിൽ തന്നെ രണ്ടാമത്തെ ഫിഗറിൽ നിന്നും വരച്ചു എന്ന് പറയുമ്പോൾ എ ഡാഷ് ബി ഡാഷിൽ നിന്ന് ഒരു ആർക്ക് കട്ട് ചെയ്തു, ഫ്രണ്ട് വ്യൂവിലെ ലോക്കസിലേക്ക് കൊടുത്തു. അല്ലെ, അവിടെ നിന്ന് ലൈൻ വരച്ചു എ ഡാഷ് ബി ടു ഡാഷ്. അവിടെ നമുക്ക് കിട്ടുന്ന എന്താണ്? ആൽഫ എന്ന് പറയുന്ന ലൈൻ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവിടുന്ന് പ്രൊജക്ഷൻ താഴേക്ക് എടുക്കുന്നു, സ്ട്രെയിറ്റ് ലൈൻസ്. അത് ബിയുടെ ലോക്കസിൽ മീറ്റ് ചെയ്യുന്നു. ടോപ്പ് വ്യൂവിലെ ബിയുടെ ലോക്കസിൽ മീറ്റ് ചെയ്യുന്നു. എയിൽ നിന്ന് ആ ബിയിലേക്ക് നമ്മൾ മാർക്ക് ചെയ്യുന്നു. അത് നമ്മുടെ എന്താണ്? ഫൈ എന്ന് ബീറ്റ എന്ന് പറയുന്നതാവുന്നു. ഇതിനുശേഷം എന്താണ്? ഇതിനുശേഷം അവർ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇത് രണ്ട് സെയിം ആണ്. കണ്ടില്ലേ? രണ്ടും സെയിം ലൈൻസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് അവരൊന്ന് കമ്പൈൻ ചെയ്യാൻ നോക്കുകയാണ്. കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്നോ നോക്കാം. സെയിം നോക്കാം. എ ഡാഷ് ബി ടു ഡാഷും എ ബി എന്ന് പറയുന്ന ലൈൻ അല്ലെങ്കിൽ എ ബി ടു എന്ന് പറയുന്ന ലൈനും സെയിം ആയിരിക്കും. നോക്കാം, എ ഡാഷ് ബി ടു ഡാഷും എ ബി എന്ന് പറയുന്ന ലൈൻ സെയിം അല്ലേ? സെയിം അല്ലേ? അല്ലേ? ഓക്കെ, ഇനി ബോർഡിലേക്ക് ശ്രദ്ധിക്കാം. ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ വരയ്ക്കാമെന്നാണ് നോക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ഇനി ബോർഡ് ശ്രദ്ധിക്കുക. നമുക്കൊരു ലൈൻ പറഞ്ഞിട്ടുണ്ട്. ലൈൻ എ ബി എന്ന് പറയുന്ന ലൈന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ലൈൻ എന്ന് പറയുന്നത് 60 mm ആണ്. ലൈൻ എ ബി ഓഫ് ലൈൻ അല്ലെങ്കിൽ ലൈൻ എ ബി 60 mm is 45 degree inclined to HP and 60 degree inclined to GP എന്നാണ് കേസ് പറയുന്നത്. ഇങ്ങനത്തെ കേസ് വരുമ്പോഴാണ് നമുക്ക് രണ്ട് 45 degree to HP, 60 degree to VP അല്ലെ? ലൈൻ എ ബി എന്ന് പറയുന്ന ലൈന് അതിന്റെ ലെങ്ത് എന്ന് പറയുന്ന 60 mm ആണ്, 60 mm. അത് ഇൻക്ലൈൻ ചെയ്തിട്ടുണ്ട്, എച്ച് പിയിൽ ഇൻക്ലൈൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ വി പിയിലും ഇൻക്ലൈൻ ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷം ക്വസ്റ്റ്യൻ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു പോയിന്റ് ഏത് പറയുന്ന ഒരു പോയിന്റ് അതിന്റെ എച്ച് പിയിലെ വി പിയിലെ ഡിസ്റ്റൻസ് നമുക്ക് തരും. Is 10 mm above HP and 20 mm in front of VP. ഇത്രയായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ തരുന്നത്. സിമ്പിൾ കേസ് ആണെങ്കിൽ ഇത്രയും കാര്യങ്ങളായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ തരുന്നത്. സിമ്പിൾ കേസ് ആണെങ്കിൽ ഇപ്പൊ തന്നിരുന്ന ഈ സാധനത്തിന്റെ സിമ്പിൾ കേസ് ആണെങ്കിൽ ഇതായിരിക്കും ക്വസ്റ്റ്യൻ തരുന്നത്. പൊസിഷൻസ് എന്നായിരിക്കും പറയുന്നത്. മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? നോട്ട് ചെയ്യാം. ലൈൻ എ ബി 60 mm length is 45 degree inclined to HP, 45 degree inclined to HP and 60 degree inclined to VP. 60 degree inclined to VP. Point A is 10 mm above HP and 20 mm in front of VP. 20 mm in front of VP. Draw the projections of lines. Draw the projections of lines. Draw the projection of lines. മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ, ഇപ്പൊ ഞാൻ ഈ വരയ്ക്കട്ടെ. എങ്ങനെയാണ്? സിമ്പിൾ ആയിട്ടുള്ള രീതിയാണ്. ശ്രദ്ധിച്ചിരുന്നാൽ പെട്ടെന്ന് മനസ്സിലാവും.
ഓക്കെ ആണല്ലോ, വരയ്ക്കട്ടെ. ആദ്യം XY എന്ന് പറയുന്ന ലൈൻ മാർക്ക് ചെയ്യുന്നു, റെഫറൻസ് ലൈൻ മാർക്ക് ചെയ്യുന്നു. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എ എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? 10 mm above HP, 20 mm in front of VP ആണ്. എ എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? 10 mm in front of VP ആണ്. സോറി, 10 mm above HP ആണ്, in front of VP ആണ്. above HP എന്ന് പറയുമ്പോൾ അതിന്റെ എന്താണ് വരുന്നത്? above HP എന്ന് പറയുമ്പോൾ ടോപ്പ് വ്യൂവിന്റെ ലെങ്ത് അല്ലേ തന്നേക്കുന്നത്, അല്ലേ? അതെ സർ. അപ്പൊ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? എ മാർക്ക് ചെയ്യുന്നു. അപ്പം ഇതെന്ന് പറയുന്നത് എ ഡാഷ്. അതിനുശേഷം എന്താണ്? 20 mm ഇൻ ഫ്രണ്ട് ഓഫ് ബി പി. അപ്പം XY ലൈനിന് താഴെ എത്രയാണ്? 20 mm. അത് നമ്മൾ എ ആയിട്ട് മാർക്ക് ചെയ്യുന്നു. ഇത്രയും മനസ്സിലായോ? മനസ്സിലായി. അതിനുശേഷം നമുക്ക് തന്നിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ലോക്കസ് വരയ്ക്കാൻ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? എയിൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് ഡോട്ടർ ലൈൻ ലോക്കസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നു. ഇതുപോലെ പാരലൽ ലൈൻ. ഇതാണ് എന്താണ്? ലോക്കസ് ഓഫ് എ ഡാഷ്. മേലത്തെ താഴത്തെ ബ്ലൂ ഡോട്ടർ ലൈൻസ് ആണ് ലോക്കസ് ഓഫ് എ. ഓക്കെ ആണോ? ഓക്കെ ആണ് സർ. ഓക്കെ, അടുത്തെന്താ പറയുന്നത്? എ ബി എന്ന് പറയുന്ന ലൈൻ 45 ഡിഗ്രി ഇൻക്ലൈൻ ടു HP. HP-ക്ക് എത്രയാണ്? 45. ഇത് HP ആണെങ്കിൽ ഈ HP-ക്ക് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ്. അപ്പം ഇൻക്ലിനേഷൻ എന്താ വരുന്നത്? ഫ്രണ്ട് വ്യൂവിലാണ്, ടോപ്പ് വ്യൂവിലാണ്? HP-ക്ക് ഇൻക്ലൈൻഡ് എന്ന് പറഞ്ഞാൽ HP-ക്ക് ഇൻക്ലൈൻഡ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂവിലാണ്, ടോപ്പ് വ്യൂവിലാണ് ഇൻക്ലൈൻഡ് വരുന്നത്? ഫ്രണ്ട് വ്യൂ. ഫ്രണ്ട് വ്യൂ അല്ലേ? അപ്പൊ ഈ ഒരു ലെങ്താണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ ഒരു ആംഗിളാണ് എന്ന് പറയുന്നത് എത്ര? 45 ഡിഗ്രി. അത് മാർക്ക് ചെയ്തതിനു ശേഷം എന്താണ് ഈ ലെങ്ത് എന്ന് പറയുന്നത്? എന്തായിരിക്കും? 45 ഡിഗ്രിയിലുള്ള ആ ലൈനിന്റെ ലെങ്ത് എത്ര ആയിരിക്കും? 60 mm. 60 mm. മാർക്ക് ചെയ്യുക. 60 mm. അത് എവിടെയാണോ തീരുന്നത്, ആ 60 mm എവിടെയാണോ തീരുന്നത് ആ പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്? എന്റെ ബി ഡാഷ്. അതിന് ഞാൻ പറയുന്നത് B1 ഡാഷ് എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ആ പോയിന്റിലൂടെ എന്താണ്? ഞാനൊരു സ്ട്രെയിറ്റ് ഡോട്ടർ ലൈൻസ് വരയ്ക്കുന്നു. ബ്ലൂ ഏത് പാരലൽ? എ ഡാഷിന് അല്ലെങ്കിൽ ലോക്കസ് ഓഫ് എ ഡാഷിന് പാരലൽ. അതാണ് എന്റെ ലോക്കസ് ഓഫ് ബി ഡാഷ് അല്ലെങ്കിൽ ബി ഡാഷ്. നമ്മൾ പറയുന്ന ലോക്കസ് ഓഫ് ബി ഇൻ ഫ്രണ്ട് വ്യൂ, അതുപോലെ തന്നെ ലോക്കസ് ഓഫ് എ ഇൻ ഫ്രണ്ട് വ്യൂ ആണ് ഈ മോളിൽ കാണിച്ചത്. XY ലൈനിന് മോളിൽ കാണിച്ചത്. ഇത്രയും മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ലൈൻ എ ബി എന്ന് പറയുന്നത് ബിപിക്ക് 60 ഡിഗ്രി. ഇത് ബിപി ആണെങ്കിൽ ഈ ബിപിക്ക് എന്താണ്? 60 ഡിഗ്രി ആണ് ഇൻക്ലൈൻഡ് ആയിട്ട് വരുന്നത്, അല്ലെ? അപ്പം അതിന്റെ ഏത് വ്യൂ ആയിരിക്കും ഇൻക്ലൈൻഡ് ആയിട്ടുള്ളത്? ഏതാ? ടോപ്പ് വ്യൂ അല്ലെ? അപ്പൊ ഞാൻ ആ ടോപ്പ് വ്യൂ എത്ര വരയ്ക്കുന്നു? 60-ന് ഞാൻ മാർക്ക് ചെയ്യുന്നു. ഇത് 60 ഡിഗ്രി ആണെങ്കിൽ 60 ഡിഗ്രിയിൽ മാർക്ക് ചെയ്യുന്നു. ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിന്റെ ലെങ്ത് എത്ര? 60 mm. 60 mm. ഓക്കെ, അത് തീരുന്ന പോയിന്റ് ഞാൻ ഇത് മാർക്ക് ചെയ്യുന്നു. B1 ആണ് മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം എന്താ ചെയ്യുന്നത്? ഞാൻ ആ B1-ലൂടെ ഒരു പാരലൽ ലൈൻ, ലോക്കസ് ഓഫ് എ ബി പാരലൽ ലൈൻ എന്ന് പറയുന്നത് ലോക്കസ് ഓഫ് ബി ഇൻ എന്താണ്? ടോപ്പ് വ്യൂ. അത് മാർക്ക് ചെയ്യുന്നു. ഇത്രയും ഓക്കെ ആയല്ലോ? ഇത്രയും ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. ഓക്കെ ആണല്ലോ? ഓക്കെ സർ. ഇനി എളുപ്പമായിട്ട് എങ്ങനെ വരയ്ക്കുന്നത് നിങ്ങൾ നോക്കുക. ഈ B1 ലൈനില്ലേ, അതില് B1 ഡാഷിൽ നിന്ന് ഞാൻ ഒരു സ്ട്രെയിറ്റ്
വരച്ചോ വരച്ചോ വരച്ചു സാർ. ഓക്കെ. അതിനുശേഷം A B1 എന്ന് പറയുന്ന ഈ പോയിന്റിൽ നിന്ന് അതിന്റെ പോയിന്റിൽ നിന്ന് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ എവിടേക്ക് വരയ്ക്കാം? ലോക്കൽ ഓഫ് A ഡാഷിലേക്ക് വരയ്ക്കാം. വരച്ചോ വരച്ചോ ലോക്കൽ ഓഫ് A ഡാഷ് ഇവിടേക്ക് വരയ്ക്കാം. താഴെ B1ൽ നിന്ന് വേളിലേക്ക് തിൻ ലൈൻസ് ആണ് വരയ്ക്കുന്നത്. പ്രൊജക്ഷൻ ലൈൻ ആണ്. തിൻ ലൈൻസ് ആയിട്ട് ലോക്കസ് ഓഫ് A ഡാഷിലേക്ക് വരയ്ക്കാം. വരച്ചോ വരച്ചു. ഓക്കെ. കോമ്പസ് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ എല്ലാവരുടെ കയ്യിലും. കോമ്പസ് എടുക്കുക. കോമ്പസ് എടുത്തതിന് ശേഷം ഈ പറയുന്ന എ എന്ന പോയിന്റില് അതിന്റെ പെൻസിൽ അല്ലാത്ത ഇതുണ്ടല്ലോ പോയിന്റ് എടുത്ത് പ്ലേസ് ചെയ്യാം. എ എന്ന് പറയുന്ന ഈ ഒരു പോയിന്റില് പ്ലേസ് ചെയ്യാം. അതിനുശേഷം അത് ഇങ്ങനെ വരച്ചിട്ട് ഈ പറയുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ ഈ മീറ്റ് ചെയ്തേക്കുന്ന B1 ഡാഷിൽ നിന്ന് വന്നേക്കുന്ന B1 ഡാഷിൽ റെപ്രസെന്റ് ആ പോയിന്റിലേക്ക് മീറ്റ് ചെയ്യിക്കാം. അതിനുശേഷം അവിടെ നിന്ന് ആർക്ക് വരയ്ക്കാം. ഇവിടേക്ക് ലോക്കസ് ഓഫ് ബിയിലേക്ക് ആർക്ക് വരയ്ക്കാം. ഞാനിപ്പോ വരച്ചേക്കുന്ന പോലെ ആർക്ക് വരയ്ക്കാം. ഇങ്ങനെ ആർക്ക് വരയ്ക്കാം. ഏരിയ സ്റ്റീൽ പോയിന്റ് ചെയ്യുക. പെൻസില് B1 ഡാഷിൽ വെക്കുക ഈ ഇവിടെ. അതിനുശേഷം ആർക്ക് കട്ട് ചെയ്യാം. താഴെ കട്ട് ചെയ്തോ. കട്ട് ചെയ്തോ. സർ ആ ആർക്ക് വരയ്ക്കുന്ന ഒന്നുകൂടെ പറഞ്ഞുതരാമോ? എയില് നമ്മുടെ ഇതിന്റെ നീര് പോയിന്റ് ഇല്ലേ കോമ്പസിന്റെ പോയിന്റ് വെക്കുക. പെൻസിൽ അടിച്ചില്ലേ പെൻസിൽ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന കോമ്പസിന്റെ പെൻസില് B ഡാഷ് ഈ വന്നേക്കുന്ന പോയിന്റ് ഉണ്ടല്ലോ ലോക്കസ് എയിലേക്ക് ഈ B1 ഡാഷിന്റെ ഒരു പോയിന്റ് ലൈൻ വന്നില്ലേ ലോക്കസ് ഓഫ് എയില് മീറ്റ് ചെയ്തില്ലേ. ലോക്കസ് ഓഫ് എയില് വന്ന് മീറ്റ് ചെയ്തേക്കുന്ന B1 ഡാഷ് സ്ട്രെയിറ്റ് ലൈനിലേക്ക് പെൻസിൽ വെക്കുക. കോമ്പസ് ഇവിടെ പ്ലേസ് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ സർ മനസ്സിലായി. കിട്ടിയ ഒരു പോയിന്റ് താഴെ ഫോക്കസ് ഓഫ് B ഒന്നിലോട്ട് ജോയിൻ ചെയ്യുന്നു. ലോക്കസ് ഓഫ് ബിയിൽ ഒരു പോയിന്റ് ആർക്ക് കട്ട് ചെയ്തോ. കട്ട് ചെയ്തു സർ. അപ്പൊ അവിടെ ഒരു പോയിന്റ് കിട്ടുന്നില്ലേ അതാണ് നമ്മുടെ ബി എന്ന് പറയുന്ന പോയിന്റ്. ബി എന്നിട്ട് എന്ത് ചെയ്യാം എയിൽ നിന്ന് ബിയിലേക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഇതാണ് നമുക്ക് വേണ്ട ടോപ്പ് വ്യൂ. മനസ്സിലായോ മനസ്സിലായോ. നമ്മൾ ഫസ്റ്റ് കമ്പാസ് കേട്ടില്ല. ഫസ്റ്റ് കമ്പാസ് വെക്കാനായിട്ട് പറഞ്ഞില്ലേ മെഷർ ആ റേഡിയസിനെക്കാട്ടിൽ കൂടുതലാണ് താഴെയിട്ടുള്ളത്. ആ റേഡിയസിനെക്കാട്ടിൽ കൂടുതലാണ് താഴെയിട്ടുള്ളത്. അപ്പൊ അത് കട്ടാവുന്നില്ല താഴത്തെ ഫോക്കസ് ലൈൻ. അതിനേക്കാളും കൂടുതൽ വരുന്നുണ്ടോ? ഇത് ഇവിടെ ഈ പോയിന്റിൽ നിന്ന് ഈ ഒരു സൈഡിലേക്ക് വരുന്നില്ലേ കട്ടിങ്. അത് സാർ കട്ടിങ് വരുന്നില്ല. ആ റേഡിയസ് കുറവാണ്, ഈ റേഡിയസ് കൂടുതലാണ് താഴേക്കുള്ളത്. ഓക്കെ. നിങ്ങളിപ്പം ജസ്റ്റ് ഇതൊന്ന് നോക്ക്. ഞാൻ ആ ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ടൊന്ന് പറഞ്ഞുതരാം. അപ്പം ഇത് മനസ്സിലായല്ലോ. ഇങ്ങനെ കട്ട് ചെയ്യും. ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ കറക്റ്റായിട്ടുള്ള ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ പറയാം. അപ്പം ഇപ്പൊ കട്ടിങ് കിട്ടിയല്ലോ. ഓക്കെ. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ എ ഡാഷ് അതുപോലെ തന്നെ B1 വരുന്ന ഈ ഒരു പോയിന്റില് എന്ത് ചെയ്യാം. ഈ ഒരു പോയിന്റിലേക്ക് ആർക്ക് എടുക്കാം. അത് കട്ട് ചെയ്യാം. അത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോയിന്റ് ഉണ്ട് എവിടെ ലോക്കസ് ഓഫ് ബി. ആ പോയിന്റ് ആയിരിക്കും നമ്മുടെ B ഡാഷ് പറയുന്നത്. അത് ജോയിൻ ചെയ്യാം. അതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. മനസ്സിലായോ? കട്ട് ചെയ്യുന്ന മനസ്സിലായോ?
മനസ്സിലായി സർ. മനസ്സിലായി സർ. ഇത് മനസ്സിലായോ? സെയിം നമ്മൾ താഴെ ചെയ്തിരിക്കുന്ന പോലെ തന്നെ മേളിൽ ചെയ്യുന്നു. ഓക്കെ, മനസ്സിലായോ? സാർ മനസ്സിലായി. അപ്പൊ നിങ്ങൾ ഇനി നോക്കേണ്ടത് ആംഗിൾസ് ആണ്. നമുക്ക് ആംഗിൾസും എഴുതണം. ആംഗിൾസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് വരുന്നത് നോക്കാം. ഇത് തീറ്റ 45 ഡിഗ്രി നമ്മൾ എടുത്തേക്കുന്ന തീറ്റ, ഈ 60 ഡിഗ്രിയിൽ എടുത്തേക്കുന്നത് നമ്മൾ ഫൈ ആണ്. പിന്നെ വരുന്നതെന്ന് പറയുന്നത് എ ഡാഷ് ബി ഡാഷ് ജോയിൻ ചെയ്യുന്നത് ഇത് ആൽഫ, പിന്നെ എ ബി ജോയിൻ ചെയ്യുന്നത് ബീറ്റ. എ ബി ജോയിൻ ചെയ്യുന്ന ഇത് ബീറ്റ. താഴെ വരുന്നത് ഫൈയും ബീറ്റയും, മുകളിൽ വരുന്നത് തീറ്റയും ആൽഫയും. എന്ന് പറയുമ്പോൾ ഫ്രണ്ട് വ്യൂ മെയിൻ ചെയ്യുന്നത് ആൽഫ, ടോപ്പ് വ്യൂ മെയിൻ ചെയ്യുന്നത് ബീറ്റ, പിന്നെ ഫൈവ് തീറ്റ. ഇത് ജസ്റ്റ് ഒരു അസംഷൻ ആയിട്ടുള്ള ഒരുമായിരുന്നു. ഞാൻ ക്വസ്റ്റ്യൻ പറയാം. ഓക്കെ ആണല്ലോ? മനസ്സിലായോ വരയ്ക്കുന്നത്? മനസ്സിലായി സർ. ക്വസ്റ്റ്യൻ പറയട്ടെ. ക്വസ്റ്റ്യൻ പറയാമല്ലോ? ആ സർ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട് സർ. ഉണ്ട് സാർ. ഓക്കെ. എ ലൈൻ എ ബി, എ ലൈൻ എ ബി, എ ലൈൻ എ ബി മെഷറിംഗ് 80 mm, 80 is inclined at an angle of 30 degree. Inclined at an angle of 30 degree to HP and 45 degree to VP. ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് HP ന് 30, VP ന് 40 ഡിഗ്രിയുമാണ്. അടുത്ത സെന്റൻസ്, the point A എന്ന് പറയുന്ന പോയിന്റ് is 20 mm above HP and 30 mm in front of VP. Draw the projection of straight line. Draw the projection of straight line AB. Draw the projection of straight line AB. Question കേട്ടോ?
ക്വസ്റ്റ്യൻ കേട്ടോ? ആ സാർ കേട്ടു. ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സാർ. ഓക്കെ, അപ്പൊ പോയിന്റ്സ് തന്നിട്ടുണ്ട്. ആദ്യം നോക്കുക, എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്, അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 80 ആണ്. ഇൻക്ലൈൻ എച്ച് പിയും ബി പിയും തന്നിട്ടുണ്ട്. പോയിന്റ് എന്ന് പറയുന്നത് എ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യുന്നത് കഴിഞ്ഞാൽ എയുടെ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ നമ്മൾ വരയ്ക്കാം. എയുടെ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ വരയ്ക്കാം. എയുടെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് എയുടെ ടോപ്പ് വ്യൂ എന്താ പറയുന്നത്? ടോപ്പ് വ്യൂവിന്റെ ലെങ്ത് എത്ര വരും? ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ വരയ്ക്കുക. ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ മാറ്റുക. 20 mm 30 mm നമ്മൾ ആദ്യം മാറ്റുക. 20 mm എന്ന് പറയുന്നത് ഏതൊരു ഫ്രണ്ട് വ്യൂ ആണ് വരുന്നത് അല്ലേ? 20 mm എന്ന് പറയുന്ന ഫ്രണ്ട് വ്യൂ, 30 mm എന്ന് പറയുന്ന ടോപ്പ് വ്യൂ മാർക്ക് ചെയ്തല്ലോ അല്ലേ? അല്ലേ? കേൾക്കുന്നുണ്ടോ? അതിനുശേഷം ലോക്കസ് വരയ്ക്കുക. ഏതാണ്ടും എയിലൂടെയുള്ള ലോക്കസ് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഇത് ലോക്കസ് ഓഫ് എ ഡാഷ്, ലോക്കസ് ഓഫ് ഏത് വന്നത് മാർക്ക് ചെയ്യുക. ഈ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ. ഇതിനുശേഷം എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ആംഗിൾസ് ആണ് തന്നിരിക്കുന്നത്. ഇനി എന്താ തന്നിരിക്കുന്നത് നോക്കുക. ആംഗിൾസ് തന്നിട്ടുണ്ട്. ചില കേസിൽ ആംഗിൾസ് തരും, ചില കേസിൽ ബി എന്ന് പറയുന്ന പോയിന്റ് ആയിരിക്കും തരുന്നത്. ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ആംഗിൾസ് ആണ്. ഇപ്പൊ ആംഗിൾസ് വെച്ചോളൂ നോക്കാം. ആംഗിൾ തന്നിരിക്കുന്നത് എത്ര? 30 ഡിഗ്രി ടു എച്ച് പി. എച്ച് പിക്ക് 30 ഡിഗ്രി ആണെങ്കിൽ അത് ഏത് വ്യൂ ആണ്? എവിടാണ് ഇൻക്ലിനേഷൻ വരുന്നത്? എച്ച് പിക്ക് ഇൻക്ലൈൻഡ് ആണെങ്കിൽ 30 ഡിഗ്രിയില് മാർക്ക് ചെയ്യുക. അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 40 ആണ്. അപ്പൊ 40 എവിടെ ചെയ്യുന്നു? അവിടെ B1 ഡാഷ് മാർക്ക് ചെയ്യുക. അതിനുശേഷം B1 ഡാഷിനുള്ള ലോക്കസ് വരയ്ക്കുക. ഓക്കെ, ലോക്കസ് നമ്മൾ വരച്ചു. ബ്ലൂ ഡോട്ടഡ് ലൈൻസ് വരച്ചിരിക്കുന്നു. അതിനുശേഷം എന്താണ്? ബി പിയില് 45 ഡിഗ്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്ന ടോപ്പ് വ്യൂ ആയിരിക്കും ഇൻക്ലൈൻഡ് എന്ന് പറയുന്നത്. ടോപ്പ് വ്യൂ എത്ര ഡിഗ്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 45 ഡിഗ്രി. അപ്പൊ അതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? 5 ആംഗിളും ഇത് തീറ്റയുമാണ് ആണല്ലോ. എവിടെയാണോ 80 mm വീഴുന്നത് അവിടെ നമ്മൾ എന്ത് ചെയ്യണം? B1 മാർക്ക് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യാം? നമ്മള് ലോക്കസ് മാർക്ക് ചെയ്യാം. ലോക്കസ് ഓഫ് ബി മാർക്ക് ചെയ്ത് ഇത്ര ഓക്കെ ആണോ? ഓക്കെ ആണ് സാർ. ഇതിനുശേഷം എന്താ പറഞ്ഞില്ല? B1 ഡാഷിന് പിന്നായിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ താഴേക്ക് വരയ്ക്കാം. പ്രൊജക്ഷൻ ലൈൻ, സ്ട്രെയിറ്റ് പ്രൊജക്ഷൻ ലൈൻ, പിൻ ലൈൻ നമ്മൾ വരയ്ക്കാം. അതെവിടെ ക്ലിക്ക് ചെയ്യണം? ഈ പറയുന്ന B1 ഡാഷിന് മാർക്ക് ചെയ്യുക. ഏത് പറയുന്ന ലോക്കസില് B1 ഡാഷിന് മാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ B1 എന്ന് B എന്ന് മാർക്ക് ചെയ്യാം. B എന്ന് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തോ? ഇത്ര മാർക്ക് ചെയ്തോ? ഓക്കെ, എന്നിട്ട് ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. ഓക്കെ, എന്നിട്ട് എ എന്ന് പറയുന്നിടത്ത് കോമ്പസ് പ്ലേസ് ചെയ്യാം. കോമ്പസ് എടുക്കുക. എ എന്ന് പറയുന്ന പോയിന്റിൽ പ്ലേസ് ചെയ്യാം. ബി എന്ന് പറയുന്ന പോയിന്റില് പെൻസില്, കോമ്പസിന്റെ പെൻസില് പോയിന്റ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യാം? ആർക്ക് കട്ട് ചെയ്യുക. എവിടെ? ബി എന്ന് പറയുന്ന ലോക്കസ്
കിട്ടിയോ? കിട്ടി സാർ. നമ്മ ക്ലാസ്സിലെ പെട്ടെന്ന് പറഞ്ഞു. ഇത്രയും കിട്ടിയോ? അതിനുശേഷം എന്താ ചെയ്യുന്നത്? ഇവിടെ ബി എന്ന് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിനു ശേഷം എയിൽ നിന്ന് ബിയിലേക്ക് ലൈൻ വരയ്ക്കാം. എയിൽ നിന്ന് ഈ ബിയിലേക്ക് ലൈൻ വരയ്ക്കുക. ലോക്കസ് ഓഫ് ബിയിലുള്ള ബിയിലേക്ക് ലൈൻ വരയ്ക്കുക. അതാണ് നമ്മുടെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്. ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് കിട്ടിയോ? എന്നിട്ട് അതിന്റെ ആംഗിള് മെഷർ ചെയ്യുക. ബീറ്റ എന്ന് പറയുന്നത് ബി എ എന്ന് പറയുന്ന ലോക്കസിലേക്ക് വരുന്ന ലൈനിന്റെ ആംഗിൾ നോക്കുക എത്രയാണത്. എ ബി എന്ന് പറയുന്ന ലൈൻ ലോക്കസ് ഓഫ് എയിലേക്ക് വരുന്ന എ ബി എന്ന് പറയുന്നതിന്റെ ലൈനിന്റെ ആംഗിൾ എത്രയാണെന്ന് നോക്കാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? കിട്ടിയോ? ഓക്കെ. അതിനുശേഷം B1 നിന്ന് ഈ B1 ലോക്കസ് B1 നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ എവിടേക്ക് വരയ്ക്കാം? ലോക്കസ് എ ഡാഷിലേക്ക് വരയ്ക്കാം. ഒരു സ്ട്രെയിറ്റ് ലൈൻ ലോക്കസ് ഓഫ് എ ഡാഷിലേക്ക് മുകളിലേക്ക് വരയ്ക്കുക. മുകളിലേക്ക് വരച്ചിട്ട് അത് ഈ ലോക്കസ് നിൽക്കുന്ന പോയിന്റിനെ ബി ഡാഷ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. ബി ഡാഷ് കിട്ടിയോ? ഈ ബി ഡാഷ് ബി ഡാഷ്. അതിനുശേഷം എ ഡാഷ് ബി ഡാഷ് ഈ ഒരു ലെങ്ത് കോമ്പസിൽ എടുക്കാം. ഞാൻ പോയിന്റ് ചെയ്തിരുന്ന പോലെ എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്ന ഈ ലെങ്ത് കോമ്പസിൽ എടുക്കുക. എയിൽ വെക്കുക. വെച്ചതിന് ശേഷം ഒരു ആർക്ക് കട്ട് ചെയ്യാം. ഓക്കെ. ഒരു ആർക്ക് കട്ട് ചെയ്യാം. ഓക്കെ ആണോ? എന്നിട്ട് ഇത് മീറ്റ് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് അതാണ് നമ്മുടെ ബി ഡാഷ് എന്ന് പറയുന്നത്. ബി ഡാഷ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് എ ഡാഷിൽ നിന്ന് ഈ ബി ഡാഷിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അത് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആൽഫ. ഈ ലൈനിന്റെ പേരാണ് ഫ്രണ്ട് വ്യൂ അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ ലൈൻ എന്ന് പറയും. FVL എന്ന് പറയും. The top view line, the front view line. കിട്ടിയോ? ഓക്കെ. അപ്പൊ അതിന്റെ ലൈനിൽ നിങ്ങൾ ഇപ്പൊ ഇത്രയാണെന്ന് നമുക്ക് വരയ്ക്കേണ്ടത്. നമുക്ക് ഫ്രണ്ട് വ്യൂ കിട്ടി, ടോപ്പ് വ്യൂ കിട്ടി. പിന്നെ ഈ എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്നത് എ ഡാഷ് B1 ഡാഷ് എന്ന് പറയുന്നതാണ് നമ്മുടെ ട്രൂ ലെങ്തും എ B1 എന്ന് പറയുന്ന ഈ ഗ്രീൻ ലൈനാണ് നമ്മുടെ ട്രൂ ലെങ്ത് എന്ന് പറയുമ്പോൾ ഇതിന്റെ ലൈൻ എത്രയായിരുന്നു? 80 ആണ്. നമുക്ക് തന്നിരിക്കുന്ന 80 എന്നാണ് ഇവിടെ വരുന്നത്. കേട്ടോ? കേട്ടോ സാർ? ഒന്നുകൂടി പറയാം, കേട്ടില്ല. ഓക്കെ. ഈ ട്രൂ ഗ്രീൻ ലൈൻസിനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് എ ഡാഷ് B1 ഡാഷ് എ D1 എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ട്രൂ ലെങ്ത് TL. ട്രൂ ലെങ്ത് എന്ന് പറഞ്ഞാൽ AB നമുക്ക് തന്നിരിക്കുന്നത് 80 mm ആണ്. ആ ലെങ്ത് തന്നെ നമ്മൾ എടുത്ത് വരച്ചേക്കുന്ന ഏതാണ്? ട്രൂ ലെങ്ത് എന്ന് പറഞ്ഞിട്ട് ഈ രണ്ട് ലൈൻസ്. അപ്പൊ അതാണ് ട്രൂ ലൈൻസ് എന്ന് പറയുന്നത്. പിന്നെ AB ഞാൻ ഈ വൈറ്റ് ലൈൻസ് വരച്ചിട്ടുണ്ടോ? AB എന്ന് പറയുന്നത് അതാണ് ടോപ്പ് വ്യൂ. ഇവിടെ എ ഡാഷ് ബി ഡാഷ് പറഞ്ഞിട്ട് ഞാൻ വൈറ്റ് ലൈൻ വരച്ചേക്കുന്നതാണ്. XY ലൈൻ മുകളിലാണെങ്കിൽ ഫ്രണ്ട് വ്യൂ. ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. XY ലൈൻ മുകളില് ഫ്രണ്ട് വ്യൂ. നമ്മൾ ഈ ക്വസ്റ്റ്യനകത്ത് എടുത്ത് എഴുതുന്നതെന്ന് പറയുമ്പോൾ ഫ്രണ്ട് വ്യൂവിന്റെ ലെങ്ത് എത്രയാണ്? ട്രൂ ലെങ്ത് എത്രയാണ്? പിന്നെ ടോപ്പ് വ്യൂ ലെങ്ത് എത്രയാണ്? പിന്നെ തീറ്റ, പിന്നെ ഫൈ, ആൽഫ, ബീറ്റ ഇതിന്റെയൊക്കെ ആംഗിൾ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എടുത്തിരുന്നു. തീറ്റ, ഫൈ, ആൽഫ, ട്രൂ ലെങ്ത്, പിന്നെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് താഴെ ഫിസിക്കലിന്റെ താഴെയായിട്ട് എടുത്തെഴുതണം.
പിന്നെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ശ്രദ്ധിച്ചു, ഞാൻ എവിടെയും ഡൈമെൻഷനിങ് ചെയ്തിട്ടില്ല. എവിടെയും ഞാൻ ഡൈമെൻഷനിങ് ചെയ്തിട്ടില്ല. ഞാൻ എവിടെയും ഡൈമെൻഷനിങ് ചെയ്യാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആകെ ഡൈമെൻഷനിങ് ചെയ്തതാണ് ഈ 2 ലൈൻസ് മാത്രമാണ് ഞാൻ ഡൈമെൻഷനിങ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയേക്കുന്നത്. നിങ്ങളും അത് മാത്രം ചെയ്താൽ മതി. ഡൈമെൻഷനിങ് എന്ന് പറയുന്നത് ഈ 2 ലൈൻസ് നിങ്ങൾ എടുക്കുക. ഇതിന്റെ ഇടയ്ക്കൊന്നും ഡൈമെൻഷനിങ് കൊടുക്കരുത്. ഇതിന്റെ ഇടയ്ക്കൊന്നും നമ്മൾ ലൈൻ കൊടുക്കരുത്. നമുക്ക് ഡൈമെൻഷനിങ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൈമെൻഷനിങ് ചെയ്യാം. ഇങ്ങനെ നിങ്ങൾക്ക് ഡൈമെൻഷനിങ് ചെയ്യാം. അത് വെളിയിൽ മാറ്റി ഇതിന് പാരലായിട്ട് വരച്ചിട്ട് വേണം ഡൈമെൻഷനിങ് ചെയ്യാം. കേട്ടോ? അല്ലാതെ ഇതിന്റെ ഇടയ്ക്കൊന്നും ലൈൻസിന് നീങ്ങിയോ ഡൈമെൻഷനിങ്ങോ ഒന്നും കൊടുക്കണ്ട. നീങ്ങി ഇങ്ങനത്തെ രീതിയിൽ കൊടുക്കുക, അല്ലാതെ ഡൈമെൻഷനിങ് ഒന്നും കൊടുക്കരുത്. ശ്രദ്ധിക്കുക വരയ്ക്കുമ്പോൾ. ഔട്ടറിൽ മാത്രം നിങ്ങൾക്ക് ഡൈമെൻഷനിങ് ചെയ്യാം. ലൈൻസിന്റെ ഔട്ടറിൽ ഇപ്പൊ ഞാൻ ചെയ്തേക്കുന്നത് എ ഡാഷിനും എക്ക് ഡൈമെൻഷനിങ് കൊടുക്കും. ഫ്രണ്ട് വ്യൂവിനും ടോപ്പ് വ്യൂവിനും, അത് വെളിയിലുള്ള ലൈൻസ്, അതിന് നിങ്ങൾക്ക് ഡൈമെൻഷനിങ് കൊടുക്കാം. എന്നിട്ട് നമ്പർ മാത്രം എഴുതുക. ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓൾ ഡൈമെൻഷൻ താഴെ, ഓൾ താഴെ റൈറ്റ് സൈഡ് നോക്കുന്നതിൽ ഓൾ ഡൈമെൻഷൻ സ്കെയിൽ 1:1. ഞാൻ സെയിം റേഷ്യോയിൽ തന്നെ എടുത്തേക്കുന്നത് 1:1. ഇത്രയും കാര്യങ്ങളാണ് ഈ ഫിഗറിനകത്ത് എഴുതേണ്ടത്. ഇത്രയും എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉള്ള 10 മാർക്കാര് നേരത്തെ ഇപ്പം ക്വസ്റ്റ്യൻ വരുന്നത് 20 മാർക്സ് നിങ്ങൾക്ക് കിട്ടും. ഇപ്പോഴത്തെ റെഗുലേഷൻ വെച്ച് 20 മാർക്കാണ് ഒരു ക്വസ്റ്റ്യനുള്ള. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. 20 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. മനസ്സിലായോ? ഓക്കെ ആണല്ലോ. ഇതിനകത്ത് കാണാതെ പഠിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇങ്ങനെ എഴുതുന്നതിനാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? 20 മാർക്ക് കിട്ടുന്നത്. അപ്പം മനസ്സിലാക്കി പഠിക്കുക, പ്രോബ്ലം ചെയ്ത് പഠിക്കുക. അപ്പോഴേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ പ്രോബ്ലംസ്, വേറെ പ്രോബ്ലംസ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അവള് ഇപ്പം മനസ്സിലാക്കി പഠിക്കുക. മാക്സിമം പ്രോബ്ലംസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണേലോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണേലോ വേറെ ഓൺലൈനിൽ നിന്നാണേലോ എവിടെ നിന്നാലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടും. ക്വസ്റ്റ്യൻസ് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യാം? പഠിക്കാം. ഓക്കെ ആണോ? ഓക്കെ സർ. സർ, ഈ അകത്ത് നമുക്ക് 30 ഡിഗ്രി 45 ഡിഗ്രി അതൊക്കെ മാർക്ക് ചെയ്യാൻ പറ്റും? 30, 45 മാർക്ക് ചെയ്യാം. പിന്നെ ബീറ്റ പൈ ഇല്ലേ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ 30, 40 മാർക്ക് ചെയ്യുന്നത് മാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ എഴുതിയാലും മതി. ഇവിടെ പൈന്ന് കൊടുക്കുക. ഇവിടെ പൈന്ന് അല്ലെങ്കിൽ ബീറ്റാന്ന് കൊടുത്തിട്ട് നിങ്ങൾ ഇവിടെ എഴുതിയാൽ മതി. മനസ്സിലായോ? ഫ്രണ്ട് വ്യൂ ആയാലും ടോപ്പ് വ്യൂ ആയാലും ഇവിടെ മാർക്ക് ചെയ്താൽ മതി. ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ ഇവിടെ എഴുതിയാൽ മതി. അതാണ് നിങ്ങൾ ഇന്ന കാര്യങ്ങൾ എടുത്തെഴുതാം. ഒത്തിരി എഴുതുമ്പോൾ നമ്മളിവിടെ 30 എഴുതും. പിന്നെ അവർക്ക് മനസ്സിലാവുന്നില്ല 30 എന്താണെന്നുള്ളത്. അപ്പൊ അതിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ പൈ കൊടുക്കുക, ഇപ്പുറത്തേക്ക് എടുത്തെഴുതുക എത്രയാണ് ആംഗിൾ എന്നുള്ളത്. എടുത്തെഴുതുന്നത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ എടുത്തെഴുതുന്നതിന് നിങ്ങൾക്ക് 2 മാർക്ക് ഉള്ളതാണ്. ഈ എഴുത്തും പിന്നെ അതുപോലെ തന്നെ ഈ എഴുത്തിനും നിങ്ങൾക്ക് മാർക്ക് ഉള്ളതാണ്. ഈ എഴുത്തിന് 1 മാർക്കും ഈ എഴുത്തിന് 2 മാർക്കും ഉള്ളതാണ്. കാരണം അവർക്ക് മനസ്സിലാവുന്നതെന്ന് പറയുമ്പോൾ സാറിന് മനസ്സിലാവുന്നത് ഇവിടെ മാർക്ക് ചെയ്യുന്നതിനാണ്. ഇവിടെ പയ്യെന്ന് മാർക്ക് ചെയ്യുക, പയ്യുടെ കാര്യം ഇവിടെ എടുത്തെഴുതുക. പൈ ഇപ്പൊ 30 ഡിഗ്രി ആണെങ്കിൽ പൈ = 30 ഡിഗ്രി. ബീറ്റ ഇപ്പൊ 40 ഡിഗ്രി ആണെങ്കിൽ ബീറ്റ = 40 ഡിഗ്രി എന്ന് എടുത്തെഴുതുന്നു. മനസ്സിലായോ? മനസ്സിലായി സാർ. അപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾ മാക്സിമം 20 മിനിറ്റ് എടുക്കാവുള്ളൂ. നമുക്ക് 3 മണിക്കൂറിന്റെ എക്സാം ആണ്. നമുക്ക് 3 മണിക്കൂറിൽ 5 ക്വസ്റ്റ്യൻ ആണ് ചെയ്യാനുള്ളത്. ശ്രദ്ധിക്കുക. ആദ്യം തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ തന്നെ പോവാ. നമുക്ക് മൊത്തം ഉള്ളത് 3 മണിക്കൂറാണ് എക്സാം. 3 മണിക്കൂറിൽ നമുക്ക് 5 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാനുള്ളത്. 5 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 10 ക്വസ്റ്റ്യനോളം തരും. 5 മൊഡ്യൂളിൽ നിന്ന് 10 ക്വസ്റ്റ്യൻ നമുക്ക് തരും. 10 ക്വസ്റ്റ്യനിൽ നമ്മൾ 5 ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ
ചെയ്യേണ്ടത്? 10 ക്വസ്റ്റ്യൻ നമുക്ക് അല്ലെങ്കിൽ 5 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ ഓരോ അരമണിക്കൂർ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് എത്ര വരും? 30 മിനിറ്റ് വെച്ചാണെങ്കിൽ നമുക്ക് 30 ഈ പറയുന്ന 3 മണിക്കൂറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ മൊത്തം 6 ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സമയമുണ്ട് നമുക്ക്, അല്ലെ? 1 മണിക്കൂറിൽ നമുക്ക് 2 ക്വസ്റ്റ്യൻ ചെയ്യാം. പിന്നെ അടുത്ത രണ്ടാമത്തെ മണിക്കൂറിൽ നമുക്ക് 3, 4, 5-ാമത്തെ മണിക്കൂറിൽ അല്ലെങ്കിൽ 3-ാമത്തെ മണിക്കൂറിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന 5, 6 ചെയ്യാം, ആണല്ലോ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ 20 മിനിറ്റ് എടുക്കാവോ? അതിലായിരിക്കണം നിങ്ങൾ ശ്രമിക്കേണ്ടത്. കാരണം ഓരോ ക്വസ്റ്റ്യൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 20 മിനിറ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റും. 20 മിനിറ്റ് കൊണ്ട് ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യണം. കാരണം സെക്കൻഡ് മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്ക് 30 മിനിറ്റ്സോളം നമുക്ക് എടുക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. അത്രയും സമയം നമുക്ക് എടുക്കും രണ്ടാമത്തെ മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻ. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് എളുപ്പം ഈ പറയുന്ന 20 മിനിറ്റിനകത്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ സെക്കൻഡ് മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻ നമുക്ക് ഒരു 20 മിനിറ്റോളം നമുക്ക് എടുക്കും. അപ്പം ഇത് 20 മിനിറ്റ്സിൽ കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് അവിടെ എത്ര വരുന്നുണ്ട്? നമുക്ക് 40 മിനിറ്റ്സോളം നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് സെക്കൻഡ് മൊഡ്യൂൾ ചെയ്യാനായിട്ട്. അപ്പൊ മൊത്തം നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന 2.5 മണിക്കൂറിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം 5 ക്വസ്റ്റ്യൻസ്. എന്നിട്ട് ബാക്കിയുള്ള അരമണിക്കൂർ നമുക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനോടെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഒരെണ്ണം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, അതിനൊരു ഓൾട്ടർനേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വേറൊരു ക്വസ്റ്റ്യനോടെ ചെയ്യാം. ഏറ്റവും കൂടുതൽ മാർക്ക് ഏതാണ്? ഇപ്പൊ ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് നിങ്ങൾ 2 ക്വസ്റ്റ്യൻ ചെയ്യും. അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ഏതാണ് വരുന്നത് അതേ എടുക്കത്തുള്ളൂ സാറുമാർ, കേട്ടോ. ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യന് നിങ്ങൾ 20 മാർക്കില് 15 മാർക്കും സെക്കൻഡ് വണ്ണിന് 16 മാർക്ക് കിട്ടി. ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾക്ക് 16 മാർക്ക് എടുക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? നമുക്കിപ്പം ആംഗിൾസ് തന്നിട്ടുണ്ട്. ആംഗിൾസ് തരാതെ പോയിന്റ്സ് തരുവാണെങ്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ. A line AB 65 65 mm long, 65 mm long, 65 mm long, has its end end 20 mm above HP, 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 and 25 mm in front of VP, and 25 mm in front of VP, 25 mm in front of VP, in front of VP. The end B, രണ്ടാമത്തെ end, the end B is 40 mm above HP, is 40 mm above HP, is 40 mm above HP, 40 mm above HP, and 65 mm in front of VP, 65 mm in front of VP. Draw the projection of A and B, projection of A and B, and measure the length of top view and front view. ഇവിടെ ടോപ്പ് വ്യൂവിന്റെയും ഫ്രണ്ട് വ്യൂവിന്റെയും മെഷർമെന്റ് എഴുതണം, അതിന് മാർക്കുള്ളതാണ്. ഈ ക്വസ്റ്റിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് മെഷർ ദ ലെങ്ത് ഓഫ് ടോപ്പ് വ്യൂ ആൻഡ് ഫ്രണ്ട് വ്യൂ. അപ്പൊ ആ ലെങ്തോട് എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ മാർക്ക് കിട്ടത്തുള്ളൂ. മനസ്സിലായോ ക്വസ്റ്റ്യൻ?
AD എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്. ആ ലൈന് 75 mm ആണ് നീളം. ഏത് പറയുന്ന പോയിന്റ് എത്രയാണ്? 20 mm above HP and 20 mm above HP and 25 mm in front of BP ആണ്. B എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അത് 40 mm above HP, 40 mm above HP, 40 mm above HP, 65 mm in front of BP ആണ്. ഇത്രയാണ് ക്വസ്റ്റ്യൻ. 65 mm in front of VP mark. മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ആയി സർ. ഓക്കെ. അപ്പം ഇതിനകത്ത് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് എന്താണ്? നമുക്കിവിടെ ആംഗിൾ തന്നിട്ടില്ല. ആംഗിൾ തരാറാണ് പറയുന്നത്. എയും ബിയും പോയിന്റ്സും തന്നിട്ടുണ്ട്, അതിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്, പക്ഷെ ആംഗിൾ തന്നിട്ടില്ല അല്ലേ? ആംഗിൾ തരാത്ത കേസിൽ ലൈനിന്റെ 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ആദ്യം എന്താണ് ഏത് പറയുന്ന പോയിന്റ്? അത് എത്രയാണ്? 20 mm above HP, 25 mm in front of VP ആണ്. അപ്പൊ അതാദ്യം മാർക്ക് ചെയ്യാം. above HP എന്ന് പറയുമ്പോൾ XY ലൈനിന് മുകളിലായി നമ്മള് ഏതാണ്ട് മാർക്ക് ചെയ്യുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ അത് ചെയ്യുന്നത് അടുത്ത് ഏത് പറയുന്ന പോയിന്റ് എത്രയാണ്? ഏത് പറയുന്ന പോയിന്റ് 25 mm 25 in front of VP ആണ്. അപ്പൊ നമ്മൾ മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തോ? ഇതിനുശേഷം എന്താണ് നമ്മള് ഏതാശിലുള്ള ലോക്കസ് വരയ്ക്കാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എയിലുള്ള ലോക്കസ് വരച്ചു. ലോക്കസ് ഓഫ് എ ഡാഷും ലോക്കസ് ഓഫ് എ മാർക്ക് ചെയ്തു. ഓക്കെ ആണോ? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തിട്ടുള്ളൂ. ഇനി എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് നേരത്തെ നമ്മൾ ചെയ്യുന്ന ആംഗിൾ വന്നിട്ടുണ്ട്. ആംഗിൾ വെച്ചായിരുന്നു നമ്മൾ ചെയ്യുന്നത് അല്ലേ? അല്ലേ? ഓക്കെ. നമ്മൾ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് തന്നിരിക്കുന്ന ബി എന്ന് പറയുന്ന പോയിന്റ് ആണ്. അപ്പൊ ബി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ നിന്ന് മാർക്ക് ചെയ്യാൻ പോകണം. നമ്മൾ XY ആയതുകൊണ്ട് മാർക്കാണ്. 40 mm above HP എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ നിന്ന് 40 mm മേലേക്ക് വരച്ചിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ബി എന്ന് പറയുന്ന പോയിന്റിന്റെ ലോക്കസ് ആണ് നമ്മൾ വരയ്ക്കുന്നത്. കാരണം ഈ ലോക്കസിൽ എവിടെ വരേണ്ടത് ആവാം എന്ന് പറഞ്ഞാൽ ബി എന്ന് പറയുന്ന പോയിന്റ് ആംഗിൾ വരാത്തത് നമുക്ക് അറിയത്തില്ല. നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ലെങ്ത് നമുക്ക് വേറെ ആയിരിക്കും കിട്ടുന്നത്. 65 mm തന്നെ നമുക്ക് വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ XY ലൈനിൽ നിന്ന് ഒരു ലൈൻ ബിയിലേക്ക് 40 mm എടുത്തിട്ട് നമ്മൾ ബിയുടെ ലോക്കസ് വരയ്ക്കുന്നു. ലോക്കസ് ഓഫ് ബി ഡാഷ് വരച്ചു. അതേപോലെ തന്നെ 65 mm സെയിം താഴേക്ക് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 65 mm എടുത്തിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ലോക്കസ് വരയ്ക്കുന്നു. ലോക്കസ് ഓഫ് ബി എന്ന് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണ് സർ. ഓക്കെ. ഇനി നിങ്ങൾ സ്കെയിൽ എടുക്കുക. സ്കെയിൽ എടുത്തതിന് ശേഷം A ഡാഷിൽ വെക്കുക. A ഡാഷിൽ വെച്ചിട്ട് ഈ ബിയിലെ ലോക്കസിൽ എവിടാണോ നമുക്ക് 65 ഈ ഒരു ഡിസ്റ്റൻസ്
65 കിട്ടുന്നത് അവിടെ നമ്മൾ എന്ത് ചെയ്യാം B1 ഡാഷ് മാർക്ക് ചെയ്യാം. B1 ഡാഷിനെ മാർക്ക് ചെയ്യാം. 65 A ഡാഷിൽ നിന്ന് ഈ ലോക്കസ് ഓഫ് B ഡാഷിൽ എന്താണോ കിട്ടുന്നത് അവിടെ മാർക്ക് ചെയ്യാം. അതാണ് നമ്മുടെ B1 ഡാഷ് എന്ന് പറയുന്നത്. അപ്പം ഈ ലൈൻ എന്ന് പറയുന്നത് എന്താണ്? ട്രൂ ലെങ്ത്. ട്രൂ ലെങ്ത് എന്ന് പറയുന്നത് ഈക്വൽ ടു എത്രയാണ്? 65 ആണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? കിട്ടിയോ? അതുപോലെ തന്നെ എയില് പ്ലേസ് ചെയ്യാൻ ബിയില് എന്നിട്ട് ഈ പറയുന്ന ലോക്കസ് ഓഫ് ബിയില് എവിടാണോ 55 വരുന്നത് അതായിരിക്കും നിങ്ങളെ B1 എന്ന് പറയുന്നത്. B1 A1 B1 കിട്ടിയല്ലോ. അപ്പം ഇതുമല്ലാണ് നമ്മുടെ ട്രൂ ലൈൻ ആണ്. അപ്പൊ ട്രൂ ലൈൻ എന്ന് പറയുന്നത് എന്തൊക്കെയാ? A ഡാഷ് B1 ഡാഷ് അതുപോലെ തന്നെ എന്താണ് A B1 ഈ രണ്ടെണ്ണമാണ് ട്രൂ ലൈൻ എന്ന് പറയുന്നത്. A B1 A ഡാഷ് B1 ഡാഷ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത് മേക്ക് ചെയ്ത ആംഗിൾ ഏതൊക്കെയാ? ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് നമുക്ക് തീറ്റയും ഈ ആംഗിൾ എന്ന് പറയുന്നത് ഫൈവ് ആണല്ലോ. ആംഗിൾ മെഷർ ചെയ്തില്ല. തീറ്റ ഈക്വൽ ടു എത്രയാണോ കിട്ടിയത്? 5 ഈക്വൽ ടു എത്രയാണ് കിട്ടിയത്? കിട്ടിയോ? പറയുന്നത് 18 ഡിഗ്രി 5 എന്ന് പറയുന്നത് 38 ഡിഗ്രിക്ക് അടുത്തും കിട്ടും. കിട്ടിയോ? 18 അടുത്തായിട്ട് കിട്ടും. മറ്റേത് 38 40 ആ റേഞ്ചിൽ കിട്ടും. 5 XY ലൈന് താഴെയായിട്ട് കിട്ടിയോ? ഓക്കെ. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്? ഈ B1 ഡാഷിൽ എന്ത് ചെയ്യണം? ഒരു സ്ട്രെയിറ്റ് ലൈൻ താഴേക്ക് എവിടേക്ക്? ലോക്കസ് ഓഫ് എയിലേക്ക് മാറുക. സ്ട്രെയിറ്റ് ലൈൻ B1 ഡാഷിൽ നിന്ന് താഴേക്ക് മാറുക. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നെയിം ഡാഷ് A അല്ല സോറി B എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നെയിമിംഗ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ? അതിനുശേഷം എയിൽ നിന്ന് ബിയിലേക്ക് കോമ്പസ് വെക്കുക. എയിൽ നിന്ന് ബിയിലേക്ക് കോമ്പസ് വെക്കുക. ആർക്ക് കട്ട് ചെയ്യുക? ലോക്കസ് ഓഫ് ബിയിൽ. ആരോ കൊടുത്തേക്ക് ശ്രദ്ധിക്കുക. ലോക്കസ് ഓഫ് ബിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ആർക്ക് കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്തതിനു ശേഷം എന്താണ്? എയിൽ നിന്ന് ഈ പറയുന്ന പോയിന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ലൈൻ വരയ്ക്കുന്നു. അതായത് എന്തെന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് നമ്മുടെ ടോപ്പ് വ്യൂ. TB എന്ന് പറയുന്ന ലെങ്ത്. ഈ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് നമ്മുടെ ബീറ്റ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി അതുപോലെ തന്നെ A1 ഡാഷിൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ മുകളിലേക്ക് വരയ്ക്കുന്നു. ലോക്കസ് ഓഫ് A ഡാഷിൽ മീറ്റ് ചെയ്യും. A ഡാഷിൽ നിന്ന് ഈ പറയുന്ന പോയിന്റ് അത് നമ്മൾ മാർക്ക് ചെയ്യുന്നത് B ഡാഷിൽ വന്നതാണ്. അവിടേക്ക് നമ്മൾ കോമ്പസ് വെക്കുന്നു. ആർക്ക് വെക്കുന്നു? ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? B ഡാഷ്. A ഡാഷിൽ നിന്ന് B ഡാഷിലേക്ക് ലൈൻ വരയ്ക്കുന്നു. ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത് ഫൈ. ലെങ്ത് എന്ന് പറയുന്നത് ഫ്രണ്ട് വ്യൂ. ഇപ്പം എന്താ ഫ്രണ്ട് വ്യൂ FB കൊണ്ട് എത്രയാണ് എഴുതുക. അതുപോലെ തന്നെ ബീറ്റയുടെ ലെങ്ത് എത്ര, ആൽഫയുടെ ലെങ്ത് എത്ര. ഓക്കെ ആണോ? നമുക്ക് ലാസ്റ്റ് ഫൈനൽ കിട്ടുന്ന പോയിന്റ് ജോയിൻ ചെയ്യുന്നു. കേട്ടില്ല? ഫൈനൽ കിട്ടുന്ന 2 പോയിന്റ്സ് ജോയിൻ ചെയ്യുന്നു. രണ്ട് ലൈൻസും നമ്മൾ ഡാർക്കായിട്ട് ജോയിൻ ചെയ്യണം. അതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ. ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ. താഴെ XY ലൈന് താഴെ കിട്ടുന്നത് ടോപ്പ് വ്യൂ, XY ലൈന് മേളിലായിട്ട് കിട്ടുന്നത് എന്ന് പറയുമ്പോൾ AB എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കിട്ടുന്നത് ഈ AB എന്ന് പറയുന്ന ഈ വൈറ്റ് ലൈൻസിലെ അതാണ് ടോപ്പ് വ്യൂ. ഇവിടുത്തെ A ഡാഷ് B ഡാഷ് എന്ന് പറയുന്ന ഈ ലൈനാണ് ഫ്രണ്ട് വ്യൂ. ഓക്കെ ആണോ?
പിന്നെ നമ്മൾ ഈ FVTയിലൊക്കെ എഴുതുന്നത് ലൈനിന്റെ ഒരേ സൈഡിലാണ് എഴുതുന്നത്. ലൈനിന്റെ എല്ലായിടത്തും നമ്മൾ മാർക്ക് ചെയ്യുന്നത് FVTയിലൊക്കെ മാർക്ക് ചെയ്യുന്നത് ഒരേ സൈഡിൽ മാർക്ക് ചെയ്യുന്നത്. യെസ്, നമ്മൾ ലൈനിന്റെ ടോപ്പിലായിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. ഔട്ട് സൈഡിലാണ് എപ്പോഴും മാർക്ക് ചെയ്യേണ്ടത്. നമ്മൾ എപ്പോഴും നമ്മള് ലൈൻസിന്റെ ഡയമെൻഷനിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളോ എഴുതുന്നത് നമ്മൾ ലൈനിന്റെ വെളിയിലായിട്ടായിരിക്കണം മാർക്ക് ചെയ്യുന്നത്. എന്ന് പറയുമ്പോ ഇവിടെ നോക്കിയാലോ പറയുന്ന ലൈനിന്റെ ഔട്ട് സൈഡിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ അതുപോലെ നിങ്ങൾ ഈ ഡയമെൻഷനിങ് ഞാൻ ചെയ്യുന്നത് കൃത്യമായിട്ട് നോക്കിക്കോളാം. പിന്നെ അതുപോലെ തന്നെ FB മാർക്ക് ചെയ്തിരിക്കുന്നത് ലൈനിന്റെ വെളിവശത്താണ് എല്ലാ സൈഡിലും. അതുപോലെ മാർക്ക് ചെയ്യുക. അതിനുശേഷം എന്താണ് നമുക്ക് വേണ്ട ഡയമെൻഷൻ അതുപോലെ തന്നെ പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ എന്ത് ചെയ്യാം, B ഡാഷിനെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. ഇങ്ങനെ ഇത്രയും വരെ ഈ ലോക്കസ് വരെ B ഡാഷിന്റെ ലെങ്താണ്. അതിന്റെ ലെങ്ത് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. B ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ. അപ്പൊ ലെങ്ത് എത്ര കിട്ടി? ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ. ഫ്രണ്ട് വ്യൂ ആയ B ഡാഷ് പറയുന്നതിന്റെ ലെങ്ത് എത്ര? 50, 51 ആ രീതി കിട്ടിയോ? കിട്ടിയോ? ടോപ്പ് വ്യൂവിന്റെ ഫ്രണ്ട് വ്യൂവിന്റെ ലെങ്ത് എത്ര കിട്ടി? ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്ന B ഡാഷിന്റെ ലെങ്ത് എത്ര? B ഡാഷ് B ഡാഷ് എന്ന് പറയുന്നത് 52 mm. ഓക്കെ, 51, 52 വരും. പിന്നെ ടോപ്പ് വ്യൂ AB 61. ഓക്കെ, 61, 62 ആണ് വരുന്നത്. ആംഗിൾസ് ഓഫ് ആൽഫ ബീറ്റ $12 mm above HQ. എന്നാൽ ലൈൻ തന്നിട്ടുണ്ട് 90 mm. ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് 30 ഡിഗ്രി. പിന്നെ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. എന്ന് പറയുന്ന പോയിന്റ് 12 mm above HQ, 20 mm in front of VP. ഇനി തന്നിരിക്കുന്നത് എന്താണ്? ഫ്രണ്ട് വ്യൂ FB എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് എത്ര? 65 mm. ഇതാണ് മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ ലൈനിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്, ഒരു ആംഗിൾ തന്നിട്ടുണ്ട്, പിന്നെന്താണ് ഒരു പോയിന്റിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. പിന്നെ തരുന്നതെന്ന് പറയുന്നത് ഫ്രണ്ട് വ്യൂ അല്ലെങ്കിൽ ടോപ്പ് വ്യൂ തരും. ഫ്രണ്ട് വ്യൂ അല്ലെങ്കിൽ ടോപ്പ് വ്യൂ തരും. അപ്പൊ അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യണം? ഇനി ലൈനിന്റെ ബാക്കി എന്താണ്? ഇപ്പൊ ഫ്രണ്ട് വ്യൂ ആണ് ഇവിടെ തന്നേക്കുന്നത്. നമ്മൾ ടോപ്പ് വ്യൂ വരയ്ക്കണം. പിന്നെ അതിനുശേഷം അതിന്റെ ആംഗിൾസ് മെൻഷൻ ചെയ്യും. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ചെയ്തത് ലൈൻ A തന്നിട്ടുണ്ട്. ലൈൻ A എന്ന് പറയുന്ന പോയിന്റ് തന്നിട്ടുണ്ട്. അത് ആദ്യം മാർക്ക് ചെയ്യുക. എബോ HQ ആണെങ്കിൽ 12 mm A ഡാഷ് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ താഴെ 20 mm A മാർക്ക് ചെയ്യുക. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? ലോക്കസ് വരയ്ക്കാം. എയിലൂടെയുള്ള ലോക്കസ് വരയ്ക്കുക. ലോക്കസ് ഓഫ് എയും അതുപോലെ തന്നെ രണ്ട് ലോക്കസ് A ഡാഷിന്റെയും എയുടെയും ലോക്കസ് വരയ്ക്കുക. വരച്ച ലോക്കസ് A ഡാഷിന്റെയും എയുടെയും ലോക്കസ് വരച്ചു. ഇനി എന്താ തന്നിരിക്കുന്നത്? പോയിന്റ് B നമുക്ക് തന്നിട്ടില്ല. ലെങ്തും പറഞ്ഞിട്ടുണ്ട് HP 30 ഡിഗ്രി ആണ് പറഞ്ഞത്. HP 30 ഡിഗ്രി ആണെങ്കിൽ ഇൻക്ലിനേഷൻ എവിടെയാണ് വരുന്നത്? ഫ്രണ്ട് വ്യൂവിലാണ് വരുന്നത്. അപ്പൊ 30 ഡിഗ്രി ഫ്രണ്ട് വ്യൂവിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻക്ലിനേഷൻ വരയ്ക്കുന്നു.
90 ഡിഗ്രി എടുത്ത് മാർക്ക് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ B1'. അതിലൂടെ ലൈൻ വരയ്ക്കാം അല്ലേ? അതിലൂടെ ലൈൻ വരയ്ക്കാം. B1' ആണ്. ഓക്കെ. ഇതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് താഴത്തെ ഒരു പറഞ്ഞ ലാംഗ്വേജ് തന്നിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എയിൽ നിന്നുള്ള ബിയുടെ ലോക്കസ് നമുക്ക് വരയ്ക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? ബിയുടെ ലോക്കസ് നമുക്ക് ഈ പറയുന്ന XY ലൈനിന് താഴേക്കുള്ള നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. കാരണം ആംഗിൾസ് തന്നിട്ടില്ല, ലെങ്തും തന്നിട്ടില്ല. ലെങ്തും തന്നിട്ടില്ല, ആംഗിൾസും തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ബിയുടെ താഴത്തെ ലോക്കസ് വരയ്ക്കാൻ പറ്റത്തില്ല XY ലൈൻ. പകരം നമുക്ക് തന്നേക്കുന്നത് എന്താണ്? ഫ്രണ്ട് വ്യൂ തന്നിട്ടുണ്ട്. ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് എന്താണ്? 65 mm എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് എന്താണ്? XY ലൈനിന് മുകളിലുള്ള വ്യൂ ആണ്. അപ്പൊ നമ്മൾ A ഡാഷിൽ നിന്ന് സ്കെയിൽ വെച്ചിട്ട് എവിടാണോ 65 വരുന്നത് നോക്കുക. എവിടാണ് 65 വരുന്നത് നോക്കുക. അത് നമ്മൾ എന്ത് ചെയ്യണം? അത് മാർക്ക് ചെയ്യണം. അതാണ് എന്റെ B ഡാഷ് എന്ന് പറയുന്ന പോയിന്റ്. ഏതാണ് ചെയ്യണം? മാർക്ക് കണ്ടോ? അപ്പൊ ഈ B ഡാഷ് എന്ന് പറയുന്നത് ഇതാണ് എന്റെ ഫ്രണ്ട് വ്യൂ. മനസ്സിലായോ? അപ്പം പേരിലുള്ള ട്രൂ ലൈനും കിട്ടി, ഫ്രണ്ട് വ്യൂ കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് XY ലൈനിന് താഴെയുള്ള ടോപ്പ് വ്യൂ വേണം, ട്രൂ ലെങ്തും വേണം. ട്രൂ ലെങ്ത് അറിയാം, 90 ആണ്, പക്ഷെ അതിന്റെ ആംഗിൾ എനിക്ക് അറിയത്തില്ല. ഞാൻ എന്താ ചെയ്യുന്നത്, ഈ പറയുന്ന B1 ഡാഷിൽ നിന്ന് സ്ട്രെയിറ്റ് ലൈൻ ബിയിലേക്ക് വരയ്ക്കുക, ലോക്കസിന്റെ എയിലേക്ക് വരയ്ക്കുക. വരച്ചോ? അതുപോലെ തന്നെ ഈ B ഡാഷിൽ നിന്ന് സ്ട്രെയിറ്റ് ഒരു ലൈൻ അതുപോലെ താഴേക്ക് വരച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ. ഫ്രണ്ട് വ്യൂവില് ഈ B ഡാഷ് എന്ന് പറയുന്നു, ടോപ്പ് വ്യൂവിൽ B എന്ന് പറയുന്നു, സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും. നേരത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എടുത്തു നോക്കാം. നേരത്തെ നമ്മൾ ചെയ്ത 2 ക്വസ്റ്റ്യൻസിനകത്തിലും B ഡാഷിൽ നിന്ന് ഒരു ലൈൻ താഴേക്ക് വരച്ചു കഴിഞ്ഞാൽ B എന്ന് പറയുന്ന പോയിന്റിൽ മീറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ പറയുന്ന പർട്ടിക്കുലർ ഡിസ്റ്റൻസ്, ഈ ബിയിൽ നിന്ന് ഈ ഒരു ഡിസ്റ്റൻസ് തന്നെയായിരിക്കും ഇവിടെയും വരുന്നത്. ഇതിൽ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് തന്നെയായിരിക്കും A ഡാഷിൽ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ പ്രൊജക്ടർ, ഇതാണ് പ്രൊജക്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ പ്രൊജക്ടേഴ്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്താണ്? സെയിം ആയിരിക്കും രണ്ടെണ്ണം. മനസ്സിലായോ? ഈ ഒരു ലൈൻ താഴേക്ക് വരച്ചിടുക. വരച്ചിട്ടതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ എയിൽ നിന്ന് ഇതാണ് നമ്മൾ എന്ന് പറയുന്നത് B ഡാഷ് B എന്ന് പറയുന്ന പോയിന്റ് അല്ലേ, കോമ്പസ് എയിൽ വെക്കുക. ബിയിൽ നിന്ന് എന്ത് ചെയ്യാം? ആർക്ക് വരയ്ക്കുക. അത് ഈ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു. എവിടാണോ മീറ്റ് ചെയ്യുന്നത് അതാണ് നമ്മുടെ B എന്ന് പറയുന്ന പോയിന്റ്. അതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലോക്കസ് വരയ്ക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതാണ് ലോക്കസ് ഓഫ് B. ലോക്കസ് ഓഫ് B XY ലൈനിന് താഴെയുള്ള ലോക്കസ്. ഇനി എന്താണ്? എയിൽ നിന്ന് ബിയിലേക്ക് ജോയിൻ ചെയ്യാം. ഇതാണ് നമ്മുടെ ടോപ്പ് വ്യൂ. ഈ ആംഗിളാണ് നമ്മുടെ ബീറ്റ എന്ന് പറയുന്ന ആംഗിള്. ഇത് ആൽഫ. ഇത് നമുക്ക് ഓൾറെഡി അറിയാം, ഇത് നമുക്ക് തന്നിട്ടുണ്ട് 30 ഡിഗ്രി. ഇനി നമുക്ക് എന്താണ്? ഒരു ലൈനോട് അറിയണം, ഒരു ആംഗിളോട് അറിയണം അല്ലെ? നമുക്ക് ടോപ്പ് വ്യൂന്റെ മെഷർമെന്റ് ആയിരുന്നു വേണ്ടത്. ടോപ്പ് വ്യൂ നമുക്ക് മെഷർ ചെയ്ത് ഇവിടുത്തെ സ്കെയിൽ വെച്ച് മെഷർ ചെയ്താൽ ടോപ്പ് വ്യൂന്റെ എണ്ണം നമുക്ക് കിട്ടും. പക്ഷെ ഇവിടുത്തെ ട്രൂ ലെങ്തും ഇതിന്റെ ആംഗിളും നമ്മൾ പാലിക്കണം. കാരണം എല്ലാ പ്രൊജക്ഷൻസും വരയ്ക്കാനാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, ഈ B ഡാഷിൽ നിന്ന് ഒരു ഇത്രയും ഡിസ്റ്റൻസ് എടുത്തിട്ട് ആർക്ക് ഇതിലേക്ക് ചെയ്യാം? ഈ ലോക്കസിലേക്ക് കട്ട് ചെയ്യാം. എയുടെ ലോക്കസിലേക്ക് കട്ട് ചെയ്യാം. അവിടെ നിന്ന് എന്ത് ചെയ്യാം? ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇവിടുത്തെ ബിയുടെ ലോക്കസിലേക്ക് വരയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? എന്നിട്ട് എയിൽ നിന്ന് ആ മീറ്റ് ചെയ്ത പോയിന്റിലേക്ക് നിങ്ങൾ ലൈൻ വരയ്ക്കുക. അതായത് നിങ്ങളുടെ B1 എന്ന് പറയുന്ന ട്രൂ ലെങ്ത്.
90 mm ആയിരിക്കും. 90 mm ഇത് കിട്ടിയാൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ട്രൂ ലെങ്ത് കറക്റ്റ് ആണ്. നിങ്ങൾ കറക്റ്റ് ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. ഇത് 90 mm നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ കറക്റ്റ് ട്രൂ ലെങ്ത് അല്ല. സോറി, ഇത് നിങ്ങളുടെ ടോപ്പ് വ്യൂ അല്ല. ഈ ട്രൂ ലെങ്ത് ഈ കിട്ടുന്ന B1-B എന്ന് പറയുന്ന ലെങ്ത് 90 അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ട്രൂ ലെങ്ത് അല്ല. അതിനുശേഷം എന്താ, ഈ ഒരു ആംഗിൾ നിങ്ങളുടെ ഫൈ എന്ന് പറയുന്ന ആംഗിൾ കണ്ടുപിടിക്കാം. എത്ര വരുമെന്ന് നോക്കാം. കിട്ടിയ ആർക്കെങ്കിലും ട്രൂ ലെങ്ത് നിങ്ങൾക്ക് കിട്ടിയോ? ട്രൂ ലെങ്ത്